എന്നാൽ ഇന്ദ്രിയങ്ങൾ സൂചന നൽകി മാറുന്ന വിഷയങ്ങളിലാണ് അനുമാനം പ്രവർത്തിക്കുന്നത്. അപ്പൊ അല്പമൊക്കെ കാര്യങ്ങൾ പ്രത്യക്ഷത്തിലുണ്ടാവും, ബാക്കി കാര്യങ്ങൾ നമ്മൾ ഊഹിക്കും. അപ്പൊ ഊഹപ്രായമാണ്. ഇത് മെല്ലെ മെല്ലെ അനുഭവത്തിലേക്ക് എത്തും. ശരിയാവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവിടെ ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗുണമാണ് ഈ സയൻസിനുള്ളത്. തെറ്റാവാനുള്ള സാധ്യതയ്ക്കാണ് സയൻസ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാല് നമ്മൾ പഠിച്ചു അരയന്നങ്ങളെ, ഹംസങ്ങളെ. പ്രസിദ്ധമായ ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. അത് പഴയ ശാസ്ത്രത്തിനും ഈ പുതിയ സയൻസിനും ഒക്കെ യോജിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു സ്വാൻസ് ആർ വൈറ്റ്, അരയന്നങ്ങൾ വെളുത്തതാണ്. സംസ്കൃതത്തിൽ പറയുമ്പോൾ ഹംസ ശ്വേത. അപ്പൊ അരയന്നങ്ങൾ വെളുത്തതാണ് എന്ന് നമ്മൾ നോക്കുംതോറും കാണുന്ന അരയന്നങ്ങളെല്ലാം വെളുത്തതാണ്. അപ്പൊ കുറെ കഴിയുമ്പോൾ ഒരാൾ പറഞ്ഞു ഓൾ സ്വാൻസ് ആർ വൈറ്റ്, എല്ലാ അരയന്നങ്ങളും വെളുത്തതാണ്. കാരണം നമ്മൾ നോക്കിയിടത്തോളം, നിരീക്ഷിച്ചിടത്തോളം, ഒരാളല്ല 1000 പേര് പല കാലങ്ങളിൽ നിരീക്ഷിച്ചിട്ട് ഇത് വെള്ളയാണ് 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 എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു. അതിന് നമ്മൾ എന്തായി, ഒരു സാധാരണ ഒരു അറിവല്ല, ഇൻഫർമേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോ ആക്കി സ്ഥിരീകരിക്കുന്നു. ഒരു തിയറി അല്ല. അപ്പൊ അങ്ങനെ അംഗീകാരം നേടിയ ചിന്തകളാണ് സാമാന്യേന സയൻസ് എന്ന നിലയിൽ എത്തുന്നത്. ഇതിനിടയ്ക്ക് ഒരാള് തവിട്ട് നിറമുള്ള അല്ലെങ്കിൽ വെള്ളയല്ലാത്ത ഏതെങ്കിലും നിറത്തിൽ കറുത്ത ഒരൊറ്റ അരയന്നത്തെ, അതേ പ്രജാതിയിലുള്ളതായിരിക്കണം, നമ്മൾ ആ വെള്ളയായിട്ട് കണ്ട അതേ പ്രജാതിയിലുള്ള ഏതെങ്കിലും ഒരു അരയന്നത്തെ അവർ കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ, എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുമ്പോൾ, നേരത്തെ എന്തായിരുന്നു, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിനായിരുന്നു നമുക്ക് പ്രൂഫ് ഉണ്ടായിരുന്നു. പക്ഷെ വിപരീതമായ ഒരൊറ്റ പ്രൂഫ് വന്നപ്പോൾ ഓൾ സ്വാൻസ് ആർ വൈറ്റ് എന്നത് തെറ്റായി. ഇങ്ങനെ തെറ്റാകാനുള്ള സാധ്യതയെ ഊന്നിക്കൊണ്ടാണ് സയൻസിന്റെ പ്രവർത്തനം. ഫാൾസിഫയബിലിറ്റി എന്ന് പറയും. ആധുനിക സയൻസിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത്, ഒരു അടിത്തറ, ആധാരശിലയാണ് ഈ ഫാൾസിഫയബിലിറ്റി, തെറ്റാകാനുള്ള സാധ്യത. അതേസമയം ശാസ്ത്രത്തെ സംബന്ധിച്ച് തെറ്റാകാനുള്ള സാധ്യതയെ മറികടക്കുന്നതിലൂടെയാണ് ശാസ്ത്രമാണ്. തെറ്റും ശരിയുമായ ശരിയിലേക്ക് എത്തുക, സാധ്യമായ ശരിയിലേക്ക് എത്തുകയും നിർണയം പറയുകയും ചെയ്യും. നിർണയം എന്ന് പറയും. അപ്പൊ ഇത് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. തത്വചിന്തയെ കാണാൻ കഴിയും, പൊളിറ്റിക്സിൽ കാണാൻ കഴിയും. ഒരു പ്രഖ്യാതമായ ഒരു ഉദാഹരണം പറഞ്ഞാല് കാൾ മാർക്സ്, അദ്ദേഹം ദാർശനികനും ചിന്തകനും അതുപോലെ ധനശാസ്ത്രജ്ഞനും ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ലോക ചരിത്രത്തെ പഠിച്ചുകൊണ്ട്, ചിന്താചരിത്രത്തെ പഠിച്ചുകൊണ്ട് പല നിരീക്ഷണങ്ങളും, ശ്രദ്ധേയങ്ങളായിട്ടുള്ള പല നിരീക്ഷണങ്ങളും ചെയ്തു. അതൊക്കെ മാർക്സിസം എന്ന നിലയിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസം അല്ല പറയുന്നത്, മാർക്സിസമാണ്. ഈ മാർക്സ് നിർദ്ദേശത്തിൽ പ്രധാനപ്പെട്ട ഒരു രീതി നമ്മളുടെ ചിന്താ രീതിയാണ്. അപ്പൊ നമ്മളിപ്പോ സയൻസും അതിന്റെ മെത്തഡോളജിയും ഒക്കെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതുകൊണ്ട് അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലതായിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ചിന്തിച്ചതുള്ള പ്രയോജനം എന്താണ്? സത്യത്തെ അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യമുണ്ടാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ജർമ്മൻ ഭാഷയിൽ ആവണം. നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടുന്നത് പ്രാക്സിസ് ഈസ് ദ ക്രൈറ്റീരിയൻ ഓഫ് ട്രൂത്ത്. പ്രാക്സിസ്, അത് വെറും ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് തന്നെയാണ് അർത്ഥത്തില്, ഫലിതാർത്ഥത്തില് പ്രാക്ടീസ്, പ്രയോഗം. പക്ഷെ അതിന് കുറച്ചുകൂടി ജീവിതമാകുന്ന സാഹചര്യത്തില് അനുഭവങ്ങളിലൂടെ തെളിഞ്ഞു വന്നു എന്നൊക്കെയുള്ള ഒരു സൂചന കൂടിയുണ്ട് പ്രാക്ടീസിനെ അപേക്ഷിച്ച്. എന്നാലും പ്രാക്ടീസ് എന്ന് തത്കാലം മനസ്സിലാക്കും. പ്രാക്ടീസ് ഈസ് ദ ക്രൈറ്റീരിയൻ ഓഫ് ട്രൂത്ത്. പ്രയോഗമാണ് സത്യത്തിന്റെ മാനദണ്ഡം. അപ്പൊ ഒരു കാര്യം സത്യമാണോ അല്ലയോ എന്നത് പ്രയോഗമാകുന്ന ഉരകളിൽ വെച്ച് നോക്കി അറിഞ്ഞുകൊള്ളണം. അതെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അത് സത്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ ഈ എഴുതി വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ശബ്ദരൂപമാണ്. ആ ശബ്ദത്തിൽ എന്തൊക്കെ വരണം എന്നിടത്താണ് ശാസ്ത്രവും സയൻസും തമ്മിലുള്ള ഭേദം പ്രധാനമായിട്ട് വരിക. അപ്പൊ ആദ്യം പറഞ്ഞ ചർച്ചയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ മാർക്സ് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ചിന്ത മുന്നോട്ട് പോകുന്നത്? തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ്. ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കണം, അറിയാത്തവർക്ക്, നേരത്തെ കേട്ടിട്ടില്ലാത്തവർ. തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ്. ആദ്യമായി വരുന്ന പക്ഷം,
നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആലോചിച്ചു, പലയിടത്തുനിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി, പലരോടും കൂടി ആലോചിച്ചു, അപ്പൊ ഒരു പക്ഷം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അരയന്നങ്ങൾ വെളുത്തതാണ്. എല്ലാം എന്നുള്ള പ്രയോഗം അവിടെ വന്നില്ല. അരയന്നങ്ങൾ വെളുത്തത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു, ചിന്ത മുന്നോട്ട് പോകുന്നു. അപ്പൊ ഒരു പ്രതിപക്ഷം വരുന്നു, ആന്റിത്തിസിസ് വരുന്നു. കറുപ്പുമുണ്ട്, പവിട്ടുമുണ്ട്, അപൂർവമാണെങ്കിലും. അപ്പൊ അപവാദങ്ങളെ, എക്സെപ്ഷൻസിനെ നമ്മൾ നോട്ട് ചെയ്തു. എന്നിട്ട് സാധ്യമായിട്ടുള്ള ഒരു നിർണയത്തിലേക്ക് എത്തി. അരയന്നങ്ങൾ ഏറിയ കൂറും വെളുത്തത്, സിന്തസിസ് എന്ന് പറയും. അപവാദങ്ങളെ അവിടെയിടങ്ങളിൽ അടയാളപ്പെടുത്തി. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഈ അരയന്ന പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷേ മാർക്സിന്റെ സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു ചിന്തയുടെ പ്രത്യേകതയാണ്. അവർ ഈ സിന്തസിസിനെ നിർണയമായിട്ട് ഇതാണ് തീരുമാനം എന്ന് പറയില്ല. വീണ്ടും അത് തിസീസ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനെതിരെ വീണ്ടും ഒരു പക്ഷം കൊണ്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെ വെള്ള എന്ന് നിങ്ങൾ പറയുകയാണെന്ന് വെച്ചു. നിങ്ങൾ എന്തിനെയാണ് വെള്ള എന്ന് പറയുന്നത്? അത് വെള്ളത്തിന്റെ വെള്ള നിറമാണ്, ആകാശത്തിന്റെ വെള്ള നിറം, പിന്നെ താമരയുടെ വെള്ള നിറമാണ്. ഇങ്ങനെ വെള്ള എന്നതിനെ തന്നെ സംശയിക്കാം. നമ്മൾ പറയുന്നു ഏറിയ കൂറും വെള്ളയാണ്. വെള്ള എന്നതുകൊണ്ട് എല്ലാവരുടെയും കണ്ണിൽ എല്ലാവരും ഒരേ കാര്യത്തെയാണോ വെള്ള എന്ന് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളുന്നത്? അപ്പോൾ ഒരു മാനസിക പ്രത്യക്ഷം അവിടെ ഉണ്ട്. അതെല്ലാം ഒന്നാണെങ്കിലല്ലേ അങ്ങനെ ഒരു കാര്യത്തെ ശരിവെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമുക്ക് തർക്കിച്ചു പോകാൻ കഴിയും. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തത് ഏറിയ കൂറും വെളുത്തതാണ് എന്ന് നമ്മളെല്ലാവരോട് ചേർന്നെടുത്ത തീരുമാനം തെറ്റാവാനുള്ള സാധ്യത അവിടെ തെളിഞ്ഞു വരും. ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വീണ്ടും വീണ്ടും തെറ്റാകാനുള്ള സാധ്യതയിന്മേൽ പക്ഷങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സംഘർഷം ഉണ്ടാവുന്നത്, ആശയങ്ങളുടെ വിരോധം ഉണ്ടാവുന്നത്. ഈ വിരോധമാണ് മനുഷ്യ ചിന്തയുടെ ജീവിതത്തിന്റെ പുരോഗതിയുടെ പന്ഥാവ്, മാർഗം. അതുകൊണ്ട് മാർഗമേ ഉള്ളൂ, ലക്ഷ്യമില്ല. നമ്മൾ മാർഗത്തിലാണ് എപ്പോഴും. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അവിടെ വരും. പാശ്ചാത്യ ചിന്ത, നമ്മൾ പാശ്ചാത്യം എന്ന് പറയുന്ന. അപ്പൊ ഇതേപോലെയുള്ള ചിന്തകന്മാർ ഇവർ ഒന്നും രണ്ടൊന്നും അല്ല, ഒരുപാട് പേർ. അതിലൊരാള് അദ്ദേഹത്തിന്റെ ആ ഒരു പൊളിറ്റിക്സിലുള്ള സ്വാധീനം കൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടു. ഇത് തുടങ്ങി വെച്ചയാള്, ഈ ഒരു പ്രണാളി തുടങ്ങി വെച്ചയാള് അവിടെ വിദേശത്ത് ഫിക്റ്റെ എന്ന് പറയുന്ന തത്വചിന്തകൻ. അദ്ദേഹത്തിന് ശേഷം അത് ഹെഗൽ എന്ന് പറയുന്ന ആള് കുറച്ചുകൂടെ വിസ്തരിച്ചു. ഫോയർബാഗ്, പലരുണ്ട്. ഈ ഹെഗല് മാർക്സിന്റെ ഗുരുവായിരുന്നു. ഹെഗൽ അവതരിപ്പിച്ച ഇതിന് ട്രയാഡ് എന്നാണ് പറയുന്നത്, ഫിക്റ്റേസ് ട്രയാഡ്. നമുക്ക് ഒരു ത്രൈതമുണ്ടല്ലോ, അതുപോലെ ഇതൊരു ത്രികമാണ്. 3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്: തിസിസ്, ആന്റിതിസിസ്, സിന്തസിസ്. പക്ഷം, വിപക്ഷം, സിദ്ധാന്തം. അപ്പൊ ഇങ്ങനെ പോകുമ്പം ഈ ഒരു യാത്ര ഇങ്ങനെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഏതൊരു കാര്യവും നമുക്ക് സാമാന്യം ശരി, അത്യാവശ്യം എല്ലാവർക്കും ബോധ്യം വരുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് ഇങ്ങനെയാവും. ആദ്യമേ നമ്മളൊരു തീരുമാനമെടുത്ത് എന്തെങ്കിലും കേട്ടത് ശരിവെച്ച് പോകുകയല്ല വേണ്ടത്. കാള പെറ്റുമെന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുത്തു എന്ന നിലപാടല്ല വേണ്ടത്. പിന്നീട് ഉടനെ തിരുത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകരുത്. മറിച്ച് കുറച്ചുകൂടി സാധ്യമായ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. അവിടെയും അപ്പോഴും നിർണയം, ഇതാണ് അതിലെ ഒടുവിലത്തെ നില, അന്തിമ നില ഇതാ എന്ന ഒരു തീരുമാനം അവിടെ ഉണ്ടാവില്ല. അപ്പൊ അത് ഫ്ലക്ച്വേറ്റിങ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, ചിന്തകൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിവർത്തനശീലമാണ് ജഗത്ത്. ഗച്ഛതീതി ജഗത്ത് എന്ന് നമ്മൾ തന്നെ പറയും. ഈശാവാസിവിധം സർവം വേദമന്ത്രത്തിലുണ്ടല്ലോ. ജഗത്യാം ജഗത്ത്, ഈ ജഗത്തിൽ ജഗത്താണ് പരിവർത്തനശീലമായതൊക്കെ. അപ്പൊ സർവം എന്നുള്ളത് എല്ലാം പരിവർത്തനശീലമാണ്. അപ്പൊ ഈ പരിവർത്തനശീല ജഗത്തിനുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷെ അതിനെ പ്രധാനമായിട്ട് കണ്ടുകൊണ്ട് അതാണ് മുഖ്യം, ഈ പരിവർത്തനം മാറിമറിയലാണ് മുഖ്യം എന്ന് കണ്ടുകൊണ്ട് ചിന്തിച്ചു പോകുന്ന ഒരു സരണിയാണ് പാശ്ചാത്യമായത്. അപ്പൊ ഇങ്ങനെയുള്ള അനേകരുണ്ടെന്ന് പറഞ്ഞല്ലോ. മാർക്സ് ഉണ്ട്, ഫിക്റ്റെ ഉണ്ട്, ഹെഗൽ ഉണ്ട്. ഇവരെല്ലാം ചേർന്ന് ആധുനിക സയൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു ഓർഗനൈസ്ഡ് നോളജ് സിസ്റ്റത്തിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ചിന്തയും ഇതൊക്കെ തന്നെയായിരുന്നു. അത് സ്വീകരിക്കുമ്പോൾ സയൻസിന്റെയും അടിസ്ഥാന ശിലകൾ ഇങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടത്. അതിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നിർണയം അവരതിലേക്ക് നോക്കുന്നില്ല. ചിന്തകൾ അങ്ങനെ വരട്ടെ. അപ്പോൾ ഇതിനെ വൈരുദ്ധ്യം എന്ന് പറയും. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ ഉണ്ടല്ലേ, ഡയലക്റ്റിക്സ്. ഈ ഡയലക്റ്റിക്സ് ഇത് നേച്ചറിൻ്റെതാണ്, പ്രകൃതിയുടേതാണ്. പരസ്പര വിരോധങ്ങൾ ഉണ്ടാകുന്നു, വിരുദ്ധങ്ങളായ ആശയങ്ങൾ ഉണ്ടാകുന്നു, അവ തമ്മിൽ ഉരസുന്നു, ചിലപ്പോൾ ഏറ്റുമുട്ടുന്നു, സംഘർഷം ഉണ്ടാകുന്നു. അതിലൂടെ കൂടുതൽ നല്ലൊരു നിലയിലേക്ക് നമ്മൾ പോകും. അപ്പൊ അങ്ങനെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച്, ഒരു ഗുണാത്മകമായ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു സമരം ഉണ്ടാവും.
അപ്പൊ ഇങ്ങനെയുള്ള അതിനകത്ത് ആശയ സമരം എന്നൊക്കെ അവർ പറയും. അപ്പൊ ഈ ആശയ സമരം എവിടെയുണ്ട്? സയൻസിലും ഉണ്ട്. സയൻസ് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയും. നമുക്ക് പലപ്പോഴും സയൻസിനെ വെച്ചെന്നാൽ മുന്നോട്ട് പോകാം, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ സയൻസ് പറയുന്നത് എന്താണ്? ഇതെല്ലാം ശരിയാണ്, ഞങ്ങളാണ് ശരിയുടെ പക്ഷം എന്ന് പറഞ്ഞാണ് അവർ എന്ത് ചെയ്യുന്നത്, പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അത് പലതും ലോസ് അല്ല, തിയറീസാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ അല്പം കൂടെ കഴിയുമ്പോൾ ഈ ക്ലാസ് മുന്നേറുന്ന മുറയ്ക്ക് നമ്മൾ പ്രധാനമായിട്ടും എടുക്കേണ്ട ഒരു കാര്യം, ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ സയൻസ് എന്നറിയപ്പെടുന്ന എല്ലാ ശാഖകളും പരിശോധിച്ചിട്ട് നമുക്ക് ആ വിഷയത്തിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ അറിയണം. അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ പഴയ ശാസ്ത്രവിധാനങ്ങളും ഈ സയൻസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനാവില്ല. കണ്ണടച്ച് വിശ്വസിച്ച് വന്ന ഒരു തലമുറയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഞാനും ആദ്യം ഈ വിദ്യാ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ ലക്ഷ്യമില്ല. കാരണം എന്താണ്? തീരുമാനങ്ങളില്ല, ആത്യന്തികമായ നിർണയമില്ല. നിർണയം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഞാൻ എന്റെ വഴി പൂർത്തിയാക്കി, ഞാൻ നടന്നു തീർന്നു എന്ന് വരുന്നിടത്താണ് ലക്ഷ്യം എന്ന് പറയുന്നൊരു ഇഷ്യൂ ആകുന്നത്. ഞാൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ എല്ലാവരെയും ചിന്തിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സയൻസിന്റെ പ്രധാനപ്പെട്ട കുഴപ്പം. ഇതിൽ ആർക്കും അടക്കമില്ല, ആരും അടങ്ങുന്നില്ല, ആരും എങ്ങും എത്തുന്നില്ല. എങ്ങും എത്തി എന്നുള്ളൊരു അഭിപ്രായം ആർക്കുമില്ല. വീണ്ടും അതായത് തെറ്റാവാനുള്ള സാധ്യതയിന് മേലാണ് ഊന്നൽ. ഫാൾസിഫയബിലിറ്റി കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖം തോന്നും. നിർണയം എടുക്കുവാൻ നമുക്ക് ശക്തിയില്ല എന്നതല്ലേ അതിനർത്ഥം. അപ്പൊ ഇത് കാന്റ് എന്ന് പറയുന്ന എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു പാശ്ചാത്യ തത്വവിദ്യരും സയന്റിസ്റ്റുമായി നെബുലാർ ഹൈപ്പോത്തിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൗരയൂഥത്തിന്റെ ആരംഭത്തെയൊക്കെ സംബന്ധിച്ചുള്ള വളരെ ഗംഭീരമായ ആശയങ്ങൾ ഇന്നും സയൻസിന്റെ പ്രധാനപ്പെട്ട ഇന്നും സജീവമായിരിക്കുന്ന സിദ്ധാന്തങ്ങൾക്ക്, തിയറീസിന് ആധാരമായിട്ടുള്ള പല അഭിപ്രായങ്ങളും മുന്നോട്ട് വെച്ച വലിയൊരു മനുഷ്യനാണ്. ഭാരതത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഋഷിയായിട്ട് അദ്ദേഹം മാറി. കാരണം ഭാരതത്തിന്റെ ഈ ചിന്താ പാരമ്പര്യം, ഭാരതത്തില് ജനിക്കുന്ന ആളുകൾക്ക് ഭാരതത്തിലെ ഭാഷകളിലൂടെ, ഭാരതത്തിലെ സാഹിത്യത്തിലൂടെ, ഭാരതത്തിന്റെ ചിന്താസരണിയിലൂടെ കിട്ടുന്ന ഇന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് ഗവൺമെന്റ് അംഗീകരിക്കുന്ന ആ സംവിധാനത്തിലൂടെ കടന്നുപോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയേ. നമ്മളെക്കാളൊക്കെ കൂടുതൽ നന്നായിട്ട് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം ആ ഋഷിത്വത്തിലേക്ക് പോയതിനെ. അത്ര കണ്ട് അദ്ദേഹത്തിന് ബൗദ്ധികമായിട്ടുള്ള ഔന്നത്യം ഉണ്ടായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം. അദ്ദേഹം പറയുന്നു, നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെ അറിയുന്നു നിർത്തുക. കാരണം സയൻസ് വേറൊന്നിനെ അംഗീകരിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളിലൂടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെ അറിയാൻ കഴിയുമോ അത് നമ്മളെല്ലാവരും ചേർന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരാളുടെ ഒരു കാര്യത്തിനെ തിട്ടമെന്ന് പറയില്ല. ഒരാൾക്കുള്ള അനുഭവമല്ല, എല്ലാവരും അറിയും. നേരത്തെ പറഞ്ഞ അരയന്നങ്ങളുടെ കഥ തന്നെ നോക്കിയാൽ മതി. അങ്ങനെ അതിനിടയ്ക്കാണല്ലോ ആരോ ഒരാൾ കറുത്തരയന്നത്തെ അല്ലെങ്കിൽ തവിട്ടരയന്നത്തെ കണ്ടത്. അങ്ങനെ നിരന്തരം നമ്മൾ അറിവ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ പോകുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഇന്ദ്രിയങ്ങളാണ് നമ്മളുടെ അറിവിന്റെ ആധാരം. വേറെ there is no valid source of knowledge ഈ സിസ്റ്റം അനുസരിച്ച്. അനുമാനമില്ല, ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ചാർവാകമാണ്. ചാർവാകന്മാരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യക്ഷ മാത്ര ഉപജീവികളാണ്. അറിവിന് വേണ്ടി പ്രത്യക്ഷത്തെ മാത്രമേ അവർ ആശ്രയിക്കുന്നു. അപ്പൊ ഒരാളുടെ പ്രത്യക്ഷമല്ല, അത് അനേകരുടേതാവണം എന്നതുകൊണ്ടാണ് ഇത് ലോകായതമാകുന്നത്, ലൗകായതികമാണ്. ലോകത്ത് ഈ സത്യത്തിൽ ഇന്ന് കാണുന്ന സയൻസ് നമ്മളുടെ ലോകായത്തിന്റെ കുറച്ച് മനോഹരമായിട്ടുള്ള ഒരു രൂപം, ഒരു അവതരണം. ഓക്കെ, ഒരു ഫൈൻ ട്യൂൺഡ് പ്രസന്റേഷൻ ഓഫ് ലോകായതയാണ് ഇന്ന് കാണുന്ന സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യക്ഷമാണ് അവിടെ ഏകബ്രഹ്മം. പ്രത്യക്ഷത്തെ എല്ലാവരോടും ചേർന്ന് അങ്ങനെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കും. നിരന്തരം നമ്മൾ കാണുന്നു, കേൾക്കുന്നു, നിരീക്ഷിക്കുന്നു. അത് അവിടെ എവിടെയെങ്കിലും പല പ്രണാളികളിലൂടെ സഞ്ചരിക്കുന്നു. ലാബുകളിലൂടെ സഞ്ചരിക്കുന്നു. നമ്മളുടെ ഉപകരണങ്ങൾ സൂക്ഷ്മമാകുന്നു. ദൂരങ്ങളിലുള്ള ചന്ദ്ര നക്ഷത്രാദികളെ സംബന്ധിച്ച് പണ്ടുള്ളവര് എന്ത് ചെയ്തിരുന്നു? ദൃഗ്ഗണിതം നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു സിസ്റ്റമാണ് ദൃഗ്ഗണിതം. മാധവാചാര്യനും അതിന്റെ ശിഷ്യന്മാരും ഒക്കെ വികസിപ്പിച്ചെടുത്തു. അപ്പൊ അങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് സ്ഥിരപ്പെടുത്തുന്ന ഒരു സംഗതി. അപ്പൊ അത് എന്തായിട്ട് മാറി? സൂക്ഷ്മദർശിനികൾ താഴോട്ട് നോക്കാൻ നമ്മൾ ശീലിക്കുന്നു. അപ്പം അണുതലത്തിലേക്ക് പോകുന്നു. ദ്രവ്യത്തെ ഭേദിച്ച് താഴോട്ട് പോകുന്നു. അപ്പൊ സൂക്ഷ്മതയിലേക്ക് നോക്കുന്നു. കണ്ണുകൊണ്ട് തന്നെ സൂക്ഷ്മദർശിനി, കണ്ണിന്റെ കാഴ്ചയെ കൂടുതൽ സൂക്ഷ്മമാകും. പാരദർശിനികൾ, മറവുണ്ടെങ്കിൽ അതിനെ താണ്ടി ട്രാൻസ്പറന്റ് ആയി കാണാൻ പറ്റുന്ന അത്തരം വ്യവസ്ഥകൾ.
പിന്നെയോ ദൂരദർശിനികൾ. ഏ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കിലോമീറ്റർ, മൈൽ ദൂരത്തിലുള്ള, പ്രകാശവർഷങ്ങൾ ദൂരത്തിലുള്ള പിന്നെ ഗാലക്സികളെയും മറ്റും കാണുന്നു. അത് ദൂരദർശിനികൾ. അപ്പൊ ദൂരദൂരങ്ങളെയും അടുത്ത് കണ്ണിലേക്ക് എത്തിക്കുന്നു. ആഴങ്ങളെ, വലിയ വലിയ ആഴങ്ങളെയും കണ്ണിലേക്ക് എത്തിക്കുന്നു. അപ്പൊ പ്രത്യക്ഷത്തെ വികസിപ്പിച്ചുകൊണ്ട്, പ്രത്യക്ഷത്തിന്റെ സാധ്യതകളെ നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ട്, എല്ലാവരും ചേർന്ന് വർദ്ധിപ്പിച്ചുകൊണ്ട്, ലോകായതത്തിന്റെ പ്രത്യക്ഷമാണ് പ്രമാണം, പ്രത്യക്ഷമേ പ്രമാണമുള്ളൂ. ന്യായത്തിലും മറ്റും ഇതേ സിസ്റ്റം നമുക്ക് കാണാം. ന്യായദർശനത്തില്, ന്യായഭാഷ്യത്തില്. കാരണം നമ്മളുടെ തിയറി ഓഫ് നോളജ്, അറിവെന്താണ്, ശരിയായ അറിവിലേക്ക് പോകേണ്ട വഴി എന്താണ്, ഇതെല്ലാം പറഞ്ഞു തരുന്ന നമ്മളുടെ സിസ്റ്റത്തിന്റെ പേരാണ് ന്യായം. ന്യായദർശനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഗൗതമ ഋഷിയുടെ പരമ്പരയിലാണ് അത് സ്ഥിരപ്പെടുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തില്. അതിലേറ്റവും ഗംഭീരമായ ഭാഷ്യമാണ് ന്യായഭാഷ്യം, വാത്സ്യായന ഋഷിയുടേത്. അപ്പൊ അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, പ്രത്യക്ഷ പരാപ്രമിതി, പ്രമിതി, നല്ല അറിവ്, വാലിഡ് നോളജ്, അളവുള്ള, അളന്ന് കുറിച്ച് പറയാൻ കഴിയുന്നു, എവിടെയും പ്രസന്റ് ചെയ്യാൻ കഴിയും, ആര് കേട്ടാലും അതിൽ ശരിയുണ്ട് എന്ന് തോന്നുന്നു, വാലിഡേറ്റ് ചെയ്യാവുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഫാൾസിഫയബിലിറ്റിയെ താണ്ടിയ, വാലിഡബിള, വാലിഡേറ്റ് ചെയ്യാൻ കഴിയും. ആരെടുത്താലും അത് ശരിവെച്ച് പോകാനല്ല, അത് അവർക്ക് അതിനകത്ത് തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ പറ്റാത്ത അറിവ് പ്രത്യക്ഷമാണ്. കാരണം പ്രത്യക്ഷത്തിൽ ഉറപ്പിച്ചു പോയ ഒരു കാര്യത്തെ നമുക്ക് അങ്ങനെ, കയ്യിലിരിക്കുന്ന നെല്ലിക്ക, അതിന് വേറെ പ്രമാണത്തിന്റെ ആവശ്യമില്ല, അത് നെല്ലിക്കയാണ് എന്ന് ഉറപ്പിച്ചാൽ മതി. അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ള അരയന്നം എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. അരയന്നത്തെ പോലെയുള്ള നമ്മളീ കാണുന്ന കൊച്ചി, കൊക്ക് എന്നൊക്കെ പറയുന്ന ആ ഗണത്തിൽ വരുന്ന ഒരുപാട് ജീവികളുണ്ട്. ഈ ജീവികളിൽ ഏതിനെയാണ് നിങ്ങൾ പിന്നെ ഈ സ്വാൻ അല്ലെങ്കിൽ അരയന്നം, ഹംസം എന്നൊക്കെ വിളിക്കുന്നത്? അതൊക്കെ നമ്മൾ പറയേണ്ടി വരും. വെള്ള എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചിലുള്ള ലൈറ്റിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുക, അത് പറയേണ്ടി വരും. അതിന്റെ ഫ്രീക്വൻസിയോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിലേക്ക് പോകും, അതെല്ലാം പറയേണ്ടി വരും. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ലോകത്തിൽ പറയുന്നു എല്ലാ അരയന്നങ്ങളും വെള്ളയാണ്. പക്ഷെ ഇന്ന് അത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നിബന്ധനകൾ വെച്ചു, കൂടുതൽ കൃത്യതപ്പെടുത്താൻ വേണ്ടിയുള്ള വഴികൾ നോക്കി. അപ്പോഴും പ്രത്യക്ഷത്തിൽ നിന്ന് നമ്മുടെ കണ്ണു മാറുന്നില്ല, നമ്മുടെ ശ്രദ്ധ മാറുന്നില്ല. എല്ലാവരും പ്രത്യക്ഷ പരലോകത്തേക്ക് പോകും. അപ്പൊ പ്രത്യക്ഷ പരാപ്രമിതി എന്നത് ന്യായദർശനം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രത്യക്ഷം എന്ന് പറഞ്ഞു തന്നെ പൂർവികര് ഇന്ദ്രിയങ്ങളെ നിർത്തിയില്ല. ഞാൻ കാന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. കാന്റ് എന്ത് ചെയ്തു? പ്രത്യക്ഷത്തിലൂടെ അറിയാൻ കഴിയാത്തതൊന്നും ഒരു കാലത്തും മനുഷ്യരാശിക്ക് സ്ഥിരീകരിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രതിഭാസത്തെ മാത്രം, ഫിനോമിനൻ എന്ന് പറയുന്ന ഈ ഒഴുകി നടക്കുന്ന സാമഗ്രി ഉണ്ടല്ലോ, ഒരു കണ്ണു നോക്കിയാൽ, നമ്മൾ നോക്കിയാൽ കാണുന്ന കാര്യം, എല്ലാവരും ചേർന്ന് നോക്കിയാലും ഒരേ കാര്യം, അതിന്റെ പിന്നെ കൂടുതൽ കൃത്യമായ കാഴ്ചകൾ ചിലർക്ക് കിട്ടുന്നു, ചിലർ അവ്യക്തമായിട്ട് കാണുന്നു. ഇപ്പൊ കാഴ്ചയ്ക്ക് വ്യക്തത വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ കാണുന്നില്ല. അപൂർവം ചിലർ പറയുന്നുണ്ട് ഭൂതത്തെയും പ്രേതത്തെയും ഒക്കെ കണ്ടുവന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഫാന്റസികളല്ലാതെ സാധാരണ ആളുകൾക്ക് ഒരു പിന്നെ റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ കഴിയുന്നത് അവരുടെ കാഴ്ചകളും ഒക്കെ ഏതാണ്ട് ഒരു സമാനത ഉള്ളത് കൊണ്ടാണ് നിയമങ്ങൾ നിബന്ധിക്കാൻ പറ്റുന്നത്. നിങ്ങൾ വലത്തൂടെ പോകണം, ഇടത്തൂടെ പോകണം, വലത്തേതാണ് ഇടത്തേതാണെന്ന് രണ്ടുപേർക്ക് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ നിയമം അവിടെ പ്രവർത്തിക്കത്തില്ല. അപ്പൊ പ്രത്യക്ഷത്തിലൂന്നിയാണ് വ്യവഹാരങ്ങളെല്ലാം ഏതാണ്ട് നമുക്ക് പറയാം. അപ്പൊ കാന്റ് പറയുന്നു, ഈ ഒരു ബോധമുണ്ടല്ലോ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ സെൻസറി പെർസെപ്ഷൻസ്, ഷുഡ് ബി ഓർഗനൈസ്ഡ്. അതിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വിസ്തരിച്ച് അങ്ങനെ ഒരു നിമിഷം. ആ ഉഷ എന്ന് പറയുന്ന മാഡം ഉണ്ടല്ലോ, അവരുടെ ഇത് മൈക്രോഫോൺ ഓൺ ആണ്. അപ്പൊ അവിടെ സംസാരിക്കുന്നില്ല, ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കേട്ട് വരുന്നു. ഉഷ മാഡം ആണോ ഓഫ് ആക്കിയത്? അപ്പോൾ പിന്നെ കാന്റ് പറയുന്നു, നമ്മളുടെ ഈ കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ച എല്ലാവരും ചേർന്ന് സ്ഥിരീകരിച്ചതിനെ നമ്മൾ സയൻസ് എന്ന് പറയും. സാധാരണ അനുഭവത്തെ തന്നെ എല്ലാവരും ചേർത്ത് സ്ഥിരീകരിക്കുമ്പോൾ കാലങ്ങളായിട്ട് ഊറിക്കൂടിയ അറിവുകളെ നമ്മൾ അവനവൻ കണ്ട് മറക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ മറന്നു പോകരുത്. പ്രത്യക്ഷം പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കുറിച്ച് വെക്കപ്പെടണം. അത് ക്രമേണ എന്ത് ചെയ്യുന്നു? സ്ഥിരീകരിക്കപ്പെടുന്നു. കാലങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളെ സ്ഥിരീകരിച്ച് സയൻസ് എന്ന നിലയിലേക്ക് ഓർഗനൈസ്ഡ് ഒരു യൂണിറ്റ് ആയിട്ട് മാറ്റുന്നു, ഒരു സ്റ്റഡി യൂണിറ്റ് ആയിട്ട് മാറ്റുന്നു. ഡിസിപ്ലിൻ എന്ന് നേരത്തെ പേരുണ്ടായിരുന്നു, ഇന്നിപ്പോ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വീണ്ടും ഭാരതത്തില് ഡിസിപ്ലിൻ എന്നൊരു പദമാണ്
പിന്നെ പഠന രംഗത്ത് വീണ്ടെടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ സയൻസ് ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, പിന്നെ ശാസ്ത്രമുണ്ട്. ഡിസിപ്ലിൻ എന്ന ശബ്ദത്തിന് ശാസ്ത്രവുമായിട്ട് ബന്ധമുണ്ട്. അത് ആധുനികമായ ഒരു വ്യവസ്ഥയാണ്. അതിലേക്ക് വരാം. അപ്പൊ കാന്റ് എന്ത് പറഞ്ഞു? ഈ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ, അതെപ്പോഴും ഇന്ദ്രിയങ്ങളിൽ ഊന്നി നിൽക്കുകയാണ്. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക് ലോകത്തെ കാണുവാനുള്ള കഴിവ് നമുക്കില്ല. നമ്മൾ ദൂരങ്ങളിലെ ഗാലക്സികളെ കണ്ടിട്ട് ബിഗ് ബാങ് ഉൾപ്പെടെയുള്ള തിയറീസ് മുന്നോട്ട് വെക്കുമ്പോൾ അകക്കാഴ്ചകളല്ല, മനസ്സുകൊണ്ട് ഋഷികൾ കണ്ടു എന്നൊക്കെ പറയുന്ന, അവർ ബുദ്ധിയിൽ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്ന, ആത്മാവിൽ അവർ നേരിട്ട് അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു ലോകത്തെ അല്ല സ്റ്റീഫൻ ഹോക്കിങ്ങോ അതുപോലത്തെയുള്ള സയൻസിന്റെ സ്കൂൾസ് അവതരിപ്പിക്കുന്നത്. അവർ ഇന്ദ്രിയങ്ങൾ തന്നെ പിന്നെ കാഴ്ചകളെ പെരുപ്പിച്ചു, കൂടുതൽ സൂക്ഷ്മമാക്കി. അങ്ങനെയാണ് കാണുന്നത്. കൂടുതൽ വ്യാപകമാക്കി, കൂടുതൽ സൂക്ഷ്മമാക്കി, കൂടുതൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ. അപ്പോഴും എന്താണ്? സയൻസ് ആണ്. പിന്നെ ഇന്ദ്രിയ പ്രത്യക്ഷമാണ് കാര്യം. അതുകൊണ്ട് കാന്റ് പറഞ്ഞു, അദ്ദേഹത്തെ ഐഡിയോളജി ഇവര് വിളിക്കുന്നത് ആത്മീയവാദി എന്നൊക്കെയാണ് വിരുദ്ധവാദങ്ങളിലേക്ക് പോകുന്നു. ആകാശത്തെ സംബന്ധിച്ച്, ആകാശം ചുരുങ്ങിയതോ വലുതോ, ആകാശം എന്തെങ്കിലും ചുരുങ്ങി വരും? ആകാശത്തിന് അളവുണ്ടോ? ഈസ് എ സ്കൈ ഓർ സ്പേസ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് എന്നൊരു ചോദ്യം വരുമ്പോൾ ആകാശം ശാന്തമാണോ അപരിമിതമാണോ? ശാന്തം എന്ന് വെച്ചാൽ അന്തമുള്ളത്. അനന്തമാണോ ശാന്തമാണോ ആകാശം? ആകാശത്തെ നമുക്ക് പായ ചുരുട്ടുന്ന പോലെ ചുരുട്ടിയെടുക്കാമോ? കാണുമ്പോൾ തോന്നും അങ്ങനെ. പായ ചുരുട്ടിയെടുക്കുന്ന പോലെ എന്തെങ്കിലും ചുരുട്ടിയെടുത്തതിന് അളവ് അറിയാൻ കഴിയും. ഇത് ലിമിറ്റഡ് ആണോ ലിമിറ്റ്ലെസ് ആണോ? ഇങ്ങനെ ഒരു ചോദ്യം സയൻസിന്റെ മുമ്പിൽ വെക്കുമ്പോൾ എല്ലാ സയൻസും ചേർന്ന് അവിടുന്ന് കൈയെടുക്കും. കാരണം അവർക്ക് പറയാനില്ല. അപ്പൊ ഇങ്ങനെ അതിപ്രശ്നങ്ങൾ അനേകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാണാത്ത കാഴ്ചയെപ്പറ്റി അല്ല സയൻസിനോട് ചോദിക്കുന്നത്. ഇന്ദ്രിയങ്ങളിൽ ഊന്നി ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഇന്ദ്രിയ കാഴ്ചകളെ അവർക്ക് വിശദീകരിക്കേണ്ടി വരും. അവർ ഇന്ദ്രിയ കാഴ്ചകളുടെ ഇത്തരത്തിലുള്ള മർമ്മങ്ങളിലേക്ക് കൃത്യമായി വെളിച്ചം വീശിയേ മതിയാകും. അല്ലെങ്കിൽ നമുക്ക് ആ ജ്ഞാനത്തെ സംശയിക്കേണ്ടി വരും. അപ്പം കാന്റ് സയൻസിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, സയന്റിസ്റ്റ് ആണെന്ന് ഓർത്തു, ഇന്നും സജീവമായ പല പിന്നെ സിദ്ധാന്തങ്ങളും ഫിസിക്സിൽ കാന്റിയനാണ്. കാന്റിൽ നിന്ന് വന്നു. ഫിലോസഫിയിലെ ആധുനിക തത്വചിന്ത, വിശേഷം പാശ്ചാത്യ തത്വചിന്ത, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ മൈൽ സ്റ്റോൺസ്, നാഴികക്കല്ലിലൊന്നാണ് കാന്റിസം എന്ന് പറയുന്നത്. ഒരു ഫിലോസഫർ ആകണമെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് ബി എ കാന്റിയൻ ടു ബി എ ഫിലോസഫർ എന്നാണ് പിന്നെ പാശ്ചാത്യ തത്വചിന്തയുടെ മർമ്മജ്ഞന്മാർ പറയുന്നത്. കാന്റിയൻ ആവാതെ നിങ്ങൾക്കൊരു നല്ല തത്വചിന്തകനാവാനാണ് പാശ്ചാത്യമായിട്ടുള്ള ടേംസിൽ. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം സയൻസിന്റെ ഈ സ്വരൂപത്തെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ആന്റിനോമീസ് എന്ന് പറയുന്ന സാധ്യത, അന്തർവൈരുദ്ധ്യങ്ങള് അല്ലെങ്കിൽ പരസ്പര വിരുദ്ധതകള് സയൻസിനെ വേട്ടയാടും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ നേരിടുവാൻ അതിന് കഴിയില്ല. അപ്പൊ വാട്ട് എന്ന ഒരു ചോദ്യമാണ് അവിടെ ഇരിക്കുന്നത്. എന്ത്? അത് പറയും. എന്തുകൊണ്ട്, എന്തിനു, വൈ, ഹൗ, സയൻസിന്റെ വിഷയമല്ല. എന്നിട്ടും ഈ ചോദ്യങ്ങളെല്ലാം നമ്മളുടെ ചോദ്യങ്ങളാണ്. നമ്മളുടെ ശങ്കകൾ അവിടെ ഈ ചോദ്യങ്ങളോട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അവിടെയൊക്കെ നമ്മുടെ ദുഃഖമുണ്ട്, നമ്മുടെ സംശയങ്ങളുണ്ട്, പ്രോബ്ലംസ് ആൻഡ് പെയിൻസ്, ഇതെല്ലാം ചേർന്ന ദുഃഖങ്ങള് ഈ മേഖലകളിലെല്ലാം കിടക്കുകയാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയാലേ ജീവിതത്തിന്റെ സമഗ്രമായ ഉത്തരവാകുള്ളൂ. വാട്ട് മാത്രം പോരാ നമുക്ക്, ഹൗ, വൈ, ഇതെല്ലാം വേണം. വെൻ നമുക്ക് പിന്നെ രക്ഷയ്ക്കുള്ള മാർഗമുണ്ടോ? ദുഃഖമില്ലാതാവുമോ മനുഷ്യന്? ഇത് നിങ്ങളൊരു മെറ്റാഫിസിക്കൽ ചോദ്യം ചോദിക്കുന്നതെന്ന് ആധുനികർക്ക് വേണമെങ്കിൽ സയൻസിന്റെ ഭാഷ പറയാം. പക്ഷെ ഈ ചോദ്യം മെറ്റാഫിസിക്സുകാര്, അധ്യാത്മവാദികൾ ഭാരതീയ പരിസരത്തിൽ ചോദിച്ച ചോദ്യമല്ല. ഇത് പുറത്തും ചോദിച്ചതാണ്. എന്നാണ് വൈദ്യം, ഹെൽത്ത് സയൻസ്, മെഡിസിൻ അതിന്റെ ജോലി പൂർത്തിയാക്കുന്നത്? മനുഷ്യ ശരീരത്തിന്റെ എയിൽമെന്റ്സിനെ, പെയിൻസിനെ, ദുഃഖങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി പ്രഖ്യാപിതമായ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജ്ഞാന വ്യവസ്ഥയാണ് വൈദ്യം, ആധുനിക ബയോമെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി. പക്ഷെ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ നൽകിയ ചികിത്സയല്ല ഇന്ന് നൽകും. മരുന്ന് മാറും, അറിവ് കൂടുന്തോറും മാറും. ഈ പെരുകും തോറും സൂക്ഷ്മ വീടുന്നൊരു തർക്കമൊന്നുമില്ല. പക്ഷെ അതുവരെ ചെയ്ത ചികിത്സയും സംവിധാനം, അതിനുവേണ്ടി ചെലവഴിച്ച പിന്നെ അതിന് വിധേയരായ ആളുകളുടെ പിന്നെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒന്ന് അനുഭവിക്കും.
ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ടാണ് നോക്കുക. സൂക്ഷ്മത വർദ്ധിക്കും തോറും ശരീരത്തെ സാകല്യമായിട്ട് സമഗ്രമായിട്ട് കാണാനുള്ള വ്യവസ്ഥ, കാഴ്ച നഷ്ടപ്പെടുന്നു. നമുക്ക് ശരീരം കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതല്ല പോകുന്നത്. എന്റെ കണ്ണ് ചികിത്സിച്ചു തരുമെന്ന് പറഞ്ഞല്ല പോകുന്നു. കണ്ണിന് മാത്രം ചികിത്സ ചെയ്യുന്ന ആളുകൾ, തൊട്ടടുത്തിരിക്കുന്ന അവയവത്തിന്റെ കാര്യം അടുത്ത ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ പോയി ചെയ്യേണ്ടി വരുന്നു. ഇവർ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല. ഒരു മരുന്ന് മറ്റൊന്നിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തീർച്ച പറയാനാവുന്നില്ല. നിങ്ങളിൽ പലരും ഈ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ ഉത്തരവാദിത്വം എടുക്കില്ല നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം പരസ്പരം വിരുദ്ധമുള്ളതാണോ അല്ലയോ, പരസ്പര വിരുദ്ധമാണോ അല്ലയോ തീർത്ത് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താണ് ആ പദ്ധതിയുമായി ഇത്രയും സൂക്ഷ്മത ഇല്ലെന്ന് പറയുന്നില്ല. വലിയ നേട്ടങ്ങൾ ആധുനിക വൈദ്യം നേടിയിട്ടുണ്ട്. പക്ഷേ ആ നേട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടം മനുഷ്യ ജീവിതത്തെ സാകല്യത്തിൽ കാണാത്തത് കൊണ്ട്, ഒരു ദർശനം അതിന്റെ പിന്നിലില്ലാത്തത് കൊണ്ട് നമ്മുടെ വൈഷമ്യങ്ങൾ വർദ്ധിച്ചു വരുന്നതുള്ളൂ. പുതിയ പുതിയ വൈഷമ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അവിടെയൊന്നും ആരും കൂട്ടുത്തരവാദിത്വം എടുക്കാനില്ല. ചികിത്സ കഴിച്ചു കഴിഞ്ഞാൽ ചികിത്സ കഴിച്ചു, ആ വ്യക്തിയും മറ്റും അനുഭവിക്കണം. കാരണം എന്താണ്, ജൈവമായിട്ടുള്ള മാർഗങ്ങളല്ല ഈ മരുന്ന് പ്രയോഗങ്ങളിലുള്ളത്. ശസ്ത്രക്രിയ തൊട്ട് സങ്കീർണമായിട്ടുള്ള നിലവിലുള്ള സിസ്റ്റത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതി. അപ്പൊ ഒരു ദോഷം, അതിനൊരു ക്രമക്കേടുണ്ടായി കഴിഞ്ഞാൽ പരിഹരിക്കാനാകും. അപ്പോ സാധ്യം, ദുസ്സാധ്യം, അസാധ്യം, ഇങ്ങനെ 3 കോടിയിലാണ് ആയുർവേദം രോഗങ്ങളെ കാണുന്നത്. സാധ്യം, സാധാരണ ഉപായങ്ങളെ കൊണ്ട്, മരുന്ന് പ്രയോഗം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ചിട്ടകളൊക്കെ ജീവിതത്തിൽ വരുത്തി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ദുസ്സാധ്യം, ഭൈഷജ്യം, വൈദ്യന്റെ ഇടപെടല്, പഥ്യാചരണം, ദീർഘകാലമായിട്ടുള്ള പരിചരണം, ഇതൊക്കെ ആവശ്യമാണ്. അസാധ്യം, ചികിത്സിക്കാനേ കഴിയില്ല, ചികിത്സിച്ചിട്ട് കാര്യമില്ല. ഒരു രോഗത്തെയും അസാധ്യമെന്ന് ആർക്ക് കാണാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ ഫാൾസിഫൈബിലിറ്റി ഉള്ള ആൾക്ക് കാണാൻ കഴിയില്ല. അസാധ്യമെന്ന് നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു? അസാധ്യം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ശ്രമിക്കാം. ശ്രമിച്ച് ലക്ഷക്കണക്കിന് രൂപ പോകുന്നു, അതിനുവേണ്ടി പരീക്ഷണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു ചെക്ക് ഇല്ല. ഇതിനൊന്ന് വാലിഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം. നിരന്തരം ഇങ്ങനെ രോഗങ്ങൾ പെരുകി വരുന്നു, നിരന്തരം രോഗങ്ങളുടെ പുറകെ ലാഭം, പരീക്ഷണങ്ങളും അതിനുവേണ്ടിയുള്ള കോടിക്കണക്കിന് രൂപയുടെ വ്യയം നടക്കുന്നു. വലിയ രൂപത്തിൽ, വലിയ തോതിൽ, ചെറുതൊന്നുമല്ല. ഇതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി സർക്കാരുകൾ നിരന്തരം മുടക്കിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു ശരിയായ വഴിയാണെന്നുള്ള തോന്നലിലാണ് എല്ലാവരും അതിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസാധ്യ രോഗങ്ങളെന്ന് ആയുർവേദം പ്രഖ്യാപിച്ച, ആയുർവേദം വെച്ച പരമ്പരയാണ്, ആ പരമ്പര പ്രഖ്യാപിച്ച പല രോഗങ്ങളുണ്ട്. അത് ദുസ്സാധ്യം, അതായത് സെക്കൻഡ് ഫേസിലേക്ക്, ഫസ്റ്റ് ഫേസിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സാധ്യ കൊടിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്? പഠനം നടക്കുന്നില്ല. അപ്പൊ ഒരു സിസ്റ്റം മാറ്റിയിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുന്നത് എത്ര കാലത്തേക്ക്? ഒരു 10 വർഷമെങ്കിലും അത് ഒന്ന് നേരെ നിൽക്കാം. ശരിയാണ് എന്ന് 10,000 പേര് ലാബിൽ കണ്ടു, പരിശോധിച്ചു, എലിയിലും മറ്റ് ജീവികളിലും ഒക്കെ കുത്തിവെച്ചു, പന്നിയിൽ കുത്തിവെച്ചു, ശരിയെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്റെ സിസ്റ്റം വേറെയാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയത്. ഇതതിന്റെ തുടർച്ചയായിട്ട് എടുക്കുകയാണ്, കാരണം ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് മനുഷ്യന്റെ രോഗവ്യവസ്ഥ, മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഇതര ജീവജാലങ്ങളിൽ നിന്ന് അത്യന്തം ഭിന്നമാണ്. കാരണം മനസ്സ്, വാക്ക്, ശരീരം, ഇങ്ങനെ 3 ഉപാധികൾ മനുഷ്യനുണ്ട്. ഇതര ജീവജാലങ്ങൾക്ക് കേവലം ശരീരം മാത്രമേ ഉള്ളൂ. ശരീരം മാത്രമുള്ള പന്നിയിലും എലിയിലും ഒക്കെ മറ്റും വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതെല്ലാം മനുഷ്യരെ സംബന്ധിച്ചും ബാധകമാകണമെന്നില്ല, സ്വീകാര്യമാകണമെന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു മരുന്ന്, പുതിയതായിട്ടൊരു മരുന്ന്, ഒരു സംവിധാനം ഒരു 10 വർഷം അല്ലെ 12 വർഷം ഒരു വ്യാഴവട്ടമെങ്കിലും ഉപയോഗിച്ചാലേ അത് ശരിയോ തെറ്റോ എന്ന് അറിയാനും സ്ഥിരീകരിക്കാനും അതിന്റെ ബാധകൾ ഒഴിപ്പിക്കാനും ഒക്കെ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ഈ പറയുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച ആൾ എന്ത് പറഞ്ഞു? ആന്റിനോമിക്സ് സയൻസിനുണ്ടാവുന്ന ശ്രദ്ധിച്ചു കൊള്ളണം. പകരം നിലവിലുള്ളത് എന്താണ്? റിസീവ്ഡ് നോളജ്, റിലിജിയൻ തുടങ്ങിയുള്ള ആചാരങ്ങള്. ഞാൻ ജനിച്ച സമൂഹത്തിൽ നിലനിൽക്കുന്ന, നമ്മൾ ഓരോരുത്തരും ജനിച്ച സമുദായത്തിൽ ഒരു ജ്ഞാനവ്യവസ്ഥ നിൽക്കുന്നുണ്ട്. ഓരോ കാര്യത്തിൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇങ്ങനൊരു സിസ്റ്റം നിൽക്കുന്നുണ്ട്. അതിനെ ആശ്രയിക്കാമെന്ന് വെച്ചാലോ പറയുന്നു അത് പാരലോജിസംസ് എന്ന് പറയുന്ന ഒരു രോഗം അതിനകത്ത് ബാധയുണ്ട്. ഉള്ള വാദങ്ങളുണ്ട്. ശരിയോ തെറ്റോ എന്ന് എല്ലാം ശരിയാവണമെന്നില്ല. പഴയതാണ് എന്നതുകൊണ്ടെല്ലാം സാധുവാകണമെന്നില്ല. കാളിദാസൻ പറയും പുരാണം ഇത്യേപന സാധു സർവം. പഴയതാണ് എന്നതുകൊണ്ടെല്ലാം സാധുവാകുന്നില്ല, അതിന് വാലിഡേറ്റ് ചെയ്തേ മതിയാവും.
ശരിയോ തെറ്റോ സ്ഥിരീകരിക്കാതെ ഒരു പാരമ്പര്യം സ്വീകരിച്ചുകൂടാ. പഴമക്കാര് പറഞ്ഞതല്ലേ അതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അബദ്ധം ഉണ്ടാകും. അപ്പൊ ഈ നിലയിൽ നമുക്ക് ആകെ ആശ്രയമായിട്ടിരിക്കുന്ന എന്താണ്? ഈ ഇന്ദ്രിയങ്ങൾ മാത്രം. പഴമക്കാരുടെ വിശ്വാസവും മറ്റും നമുക്ക് ശരിയെന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ അവിടെ അപകടം പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് കാന്റ് പ്രഖ്യാപിച്ചു, ഒരു കാരണവശാലും മനുഷ്യന് ആത്യന്തിക സത്യത്തെ അറിയാനാവില്ല. അപ്പൊ അദ്ദേഹം അതിന് പേരിട്ടു നൗമിനൻ. ഫിനോമിനൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ബാഹ്യ പ്രതിഭാസങ്ങൾ നമ്മളുടെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ചേർന്ന് അറിയാനും അനുഭവിക്കാനും കഴിയുന്ന ലോകത്തിന്റെ ഒരു പരിച്ഛേദം. അത് ചെറുതാണ്. ആ പരിച്ഛേദം അതിലൂടെയാണ് നമ്മുടെ സയൻസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസിന് പരമാവധി സഞ്ചരിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് കടക്കുവാനേ ആവില്ല. പക്ഷേ ഈ സയന്റിസ്റ്റ് എന്ന നിലയിൽ സയന്റിഫിക് മെത്തോഡോളജി പിന്നെ സാങ്കേതികത പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ എന്ത് പറഞ്ഞു? ഒരു കാരണവശാലും ഇതിനപ്പുറത്തേക്ക് മനുഷ്യന് കടന്ന് ആത്യന്തിക സത്യത്തെ, അദ്ദേഹം അതിനെ നോമിനൻ എന്ന് പറഞ്ഞു. അതിനെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരുമ്പോൾ ദ തിങ് ഇൻ ഇറ്റ് സെൽഫ്, തദർത്ഥ സത്ത, ദ തിങ് ഫോർ ഇറ്റ് സെൽഫ്. അത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ മുമ്പിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ദ തിങ് ഇൻ ഇറ്റ് സെൽഫ്, ഒരു വസ്തു അത് തന്നെ ആയിരുന്നാലേ നമുക്ക് അതിനെ അറിയാൻ കഴിയുള്ളൂ. കല്ലിനെ പറ്റിയുള്ള ശരിയായ ജ്ഞാനം ഉണ്ടാകണം. കല്ലായിരുന്നുകൊണ്ട് അറിയണം. കല്ല് കല്ലിനെ അറിയുന്നില്ല, നമ്മൾ കല്ലുമല്ല. ഈ വ്യത്യാസം വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ എന്ന ഉപാധികളിലോട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനെ സ്ഥിരീകരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുവരെയും ഒരു കാര്യത്തിലും സ്ഥിരീകരണമില്ല. ഈ മെത്തഡോളജി നമ്മൾ കുറെ കാലം പിന്തുടരുകയാണെങ്കിൽ പരീക്ഷണശാലകൾ വർദ്ധിച്ചു വരും, അതിനെല്ലാം നല്ല ഫണ്ടിങ് കിട്ടും. അതുകൊണ്ട് തന്നെ പരീക്ഷണവും അത്തരത്തിലുള്ള സംവിധാനവും ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പെരുകും. കിടക്കുവാനുള്ള കിടക്കകളേക്കാൾ, ഉറങ്ങുവാനും വിശ്രമിക്കുവാനുള്ള കിടക്കുകളേക്കാൾ രോഗികളെ കിടത്തുവാനുള്ള കിടക്കുകളും താമസിക്കുവാനുള്ള മുറികളേക്കാൾ കൂടുതൽ ആശുപത്രി മുറികളും വർദ്ധിച്ചു വരും. ഈ മെത്തഡോളജിയാണ് നമ്മൾ പിന്തുടരുന്നത്. കാരണം ഇതിനകത്ത് സ്വസ്ഥതയെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയില്ല, സ്വസ്ഥയെ പറ്റിയുള്ള ചിന്തയില്ല. അസ്ഥി ഇതാണ് നില എന്നാർക്കും ഉറപ്പില്ല. വൈദിക ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഏറ്റവും മനോഹരമായ പദം, നമ്മുടെ കാതിന് എപ്പോഴും ഇമ്പം ഉണ്ടാക്കുന്നു, ഓർക്കുമ്പോൾ തന്നെ നിറവ് വരുന്ന പദമാണ് സ്വസ്തി. സ്വസ്തി പന്ഥാമനുചരേമ സൂര്യ ചന്ദ്രമസാവിവ പുനർദതാഭിനത ജാനതാ സംഗമയും. നാം വീണ്ടും വീണ്ടും കണ്ടുമുട്ടണം. മനുഷ്യര് അകലാൻ വേണ്ടിയല്ല, അടുക്കുവാൻ വേണ്ടിയുള്ളവരാണ്. അതുകൊണ്ടാണ് അത് സംഘച്ചത്വവും മറ്റും പറയുന്നത്. അടുക്കുന്നത് എങ്ങനെ വേണം? ആരാണ് അടുക്കുന്നത്? നമ്മളെ വീണ്ടും വീണ്ടും അടുപ്പിക്കുന്നത് എന്താണ്? നാം നിരന്തരം എന്തിനെയാണ് കാണേണ്ടത്? ഈ വഴിയിൽ മാർഗമുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. വെറുതെ മാർഗത്തിന് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. സഞ്ചാരമുണ്ട്, മാർഗമുണ്ട്, പക്ഷെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാണ്. ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? അതിന് ഭാരതീയമായ മാർഗം എന്താണ്? നേരത്തെ അവർ പറഞ്ഞു മാർക്സിസവും മറ്റും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മളും പറയുന്നുണ്ട്, ചരയുവൈദ്യ ചരയുവൈദ്യ. പക്ഷെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനാ പറഞ്ഞു, വെറുതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാനല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധങ്ങളുടെ ഇരിക്കുന്ന കാര്യമല്ല നമ്മുടെ ചരണമെന്ന് പറയും, സഞ്ചരണമെന്ന് പറയും. സംഗമിക്കുക. എന്തിനോടാണ് ചേരുന്നത്? അപ്പൊ അവിടെ പറയും പുനർദദ അഗ്നത ജാനത. ദദത ദാനം നൽകുന്നവരോ, അറിവ് തുടങ്ങിയുള്ള ഉത്തമ സാമഗ്രികൾ പകരുവാൻ കഴിയുന്നവരോട്. അഗ്നത പാപമില്ലാത്തവരോ, എന്നുവെച്ചാൽ തെറ്റിനെ മറികടക്കുന്നവര്. ഫാൾസിഫൈബിൾ, എവിടെയെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുക, തെറ്റുണ്ടാവട്ടെ, തെറ്റ് കണ്ടിട്ട് ഞാൻ ശാസ്ത്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു നടന്നവരെ അല്ല കാണേണ്ടതെന്ന് പറഞ്ഞ് അഗ്നത, നിർണയം നൽകാൻ കഴിയുന്നവര്. അതുകൊണ്ട് തന്നെ ജ്ഞാനത. ഇവരെയാണ് കാണേണ്ടത്. അതിനെയാണ് സ്വസ്ത്യയനം. വഴി അസ്ഥി, നല്ല നിലനിൽപ്പാണ് എങ്കിൽ സ്വസ്ത്യയനം ചെയ്യണം. സ്വസ്തിയാണ് ആശീർവദിക്കുന്നത്. സ്വസ്തി വേണമോ എങ്കിൽ ഈ 3 പേരെ കാണണം. ദദത, അഗ്നത, ജാനത, സംഗമേമഹി. ഇവരുമായിട്ട് നിരന്തരം സംഗമം ഉണ്ടാവും. അതിനുവേണ്ടി എന്തു ചെയ്യണം? സ്വസ്തി പന്ഥാം അനുചരേമ സൂര്യ ചന്ദ്രമസാവിവ. സൗരമാർഗത്തിലൂടെയും ചന്ദ്രമാർഗത്തിലൂടെയും പകലിനെയും രാത്രിയെയും അങ്ങനെ ഉപയോഗിച്ചു കൊള്ളണം. സൂര്യനെയും ചന്ദ്രനെയും മാതൃകയാക്കിയാൽ നിങ്ങൾക്ക് സ്വസ്തിയനം ഉണ്ടാവും. എന്നിട്ട് പറയും, മനുഷ്യത്ത് ഇതേ മന്ത്രഭാവത്തെ ഏറ്റെടുത്തുകൊണ്ട് ശ്വേതാശ്വതരൻ ഉപദേശിക്കും, സ്വസ്തിവഃപരായ തമസഃപരസ്താത്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അന്ധകാരത്തെ താണ്ടുവാൻ വേണ്ടി.
നിങ്ങൾക്ക് സ്വസ്തി, ആണിനും പെണ്ണിനും സ്വസ്തി. വസ്പരായ ദാമ്പത്യധർമ്മം അനുശീലിച്ചുകൊണ്ട് തലമുറകളെ പുലർത്തുന്ന നിങ്ങൾക്ക് സ്വസ്തി. എന്തിന്? തമസപരസ്ഥാണ്, തമസിനെ മറികടക്കുവാൻ. തെറ്റ് കണ്ടുപിടിക്കാനും വിരോധത്തിലൂന്നി സഞ്ചരിക്കുവാനും ഡയലക്ടിക്സ് പരിശോധിക്കാനും ഒന്നുമല്ല, മറിച്ച് അതിന്റെ പരിഹാരത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തർക്കയാത്ര തന്നെ ചെയ്തുകൊള്ളൂ. അപ്പം പിന്നെ നമ്മളുടെ പദ്ധതി എന്തു പറയുന്നു? ഈ പദ്ധതിയും ഈ ചിന്തയും നമുക്ക് പരിചയമുള്ളതാണ്. നമ്മളുടെ ന്യായശാസ്ത്രം, നേരത്തെ പറഞ്ഞ ജ്ഞാനത്തിന്റെ നമ്മളുടെ സ്വകീയമായ ശാസ്ത്രം, ഗൗതമന്റെ ന്യായവിദ്യ എന്തു പറയുന്നു? അപ്പൊ ആദ്യത്തെ ഭാഗത്ത് തന്നെ, ത്രിസൂത്രി എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗത്ത് തന്നെ വാത്സ്യായനൻ പറയുന്നുണ്ട്, തർക്കനിർണയാഭ്യാം ലോകയാത്ര പ്രവർത്തതേ. തർക്കമുണ്ടായേ മതിയാകും. തർക്കം സ്വാഭാവികമാണ്, പക്ഷെ ഒപ്പം നിർണയമുണ്ടാകും. തർക്കവും നിർണയം ഉണ്ടായാൽ മാത്രമേ ലോകയാത്ര ഉണ്ട് എന്ന് പറയാൻ കഴിയൂ. ചില ആളുകളുടെ താല്പര്യങ്ങളുടെ യാത്രയല്ല, ചില സമ്പ്രദായങ്ങളുടെ ഘോഷയാത്രയല്ല, മനുഷ്യന്റെ ജീവിതയാത്രയാണ് ലക്ഷ്യത്തെ നേടിയുള്ള യാത്ര. മാർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ മാർഗത്തിലാണ് എത്തുന്നതെങ്കിൽ ഇത്ര ദൂരമേ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്ന തിരിച്ചറിവ് മനുഷ്യന് സഹജമായിട്ടുണ്ടാവും. ഇനി എത്ര ദൂരം സഞ്ചരിക്കാൻ ഉണ്ടാവും, ഞാൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയുന്നവനെയാണ് പഥികൻ, സഞ്ചാരി എന്ന് ഭാരതത്തില് തിരിച്ചറിയും. ആദ്യം തന്നെ ഋക്ക് ആ വിഷയം പറഞ്ഞു വന്നിട്ടുണ്ട്, ഋഗ്വേദത്തിലുണ്ട്. സത്യസ്യ പന്ഥ യതര രുചിയ. ഈ മാർഗങ്ങൾ അനേകം കാണുന്നുവല്ലോ, ഒരു സത്യത്തിന്റെ വഴി ഏതാ, എങ്ങനെ തിരിച്ചറിയും? യതരത് രുചിയ. രണ്ടുണ്ടെങ്കിൽ അത് ഋജുവായത് സത്യത്തിൻ്റെതാണ്. ഋജുവായെന്ന് വെച്ചാൽ വളവില്ലാത്തത്. ഒരാൾ വഴിയിൽ എത്തിക്കഴിയുമ്പോൾ ആ ലക്ഷ്യം ഇത്ര ദൂരമുണ്ട്, ഇന്ന വഴിയാണ് എന്നത് കൃത്യമായിട്ട് അതിന്റെ ദിക്കുകൾ നിർണയിച്ച് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് വഴിയെന്ന് പറയേണ്ടത്. ഋജുവല്ലാത്തതൊന്നും മാർഗമല്ല, അങ്ങനെ സ്വീകരിക്കരുത്, അതുവഴി പോകരുത്, അത് തമസിലേക്കുള്ളതാണ്. അതുകൊണ്ട് ആശീർവാദം എന്താണ്? സ്വസ്തി പരായ തമസപരസ്ഥ. തമസിനെ താണ്ടുവാൻ നിങ്ങൾക്ക് സ്വസ്തി. നിങ്ങൾ ഏത് വഴി വേണമെങ്കിലും പൊക്കൂ, തമസിനെ താണ്ടണം. വിദ്യയില്ലാതെ, ശുദ്ധ വിദ്യയില്ലാതെ യാതൊരു മാർഗവുമില്ല. നമ്മൾ ആ ചൊല്ലിയ മന്ത്രം ഭാവഗാന സരസ്വതി കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഒരു സാരസ്വത മന്ത്രത്തെ തന്നെ നമുക്ക് ഈ പിന്നെ നമ്മളുടെ ഈ ചിന്ത, വേദശാസ്ത്ര ചിന്ത മുന്നോട്ട് പോകുന്തോറും നമുക്ക് ആ മന്ത്രത്തിന്റെ അനുശീലനമാണ് ചെയ്യേണ്ടത്. ഒരു വട്ടം മന്ത്രം ചൊല്ലി ആ പാഠം ചെയ്തു പോകുക എന്നതല്ല. നമ്മൾ സത്യത്തില് ഈ വേദശാസ്ത്ര വിചാരം പൂർത്തിയാകുന്നതോടൊപ്പം വാസ്തവത്തിൽ ഭാവഗാന സരസ്വതി എന്ന ഒരു മന്ത്രത്തിന്റെ അനുശീലനം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം. കാരണം മന്ത്രത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് എന്താണോ നമ്മൾ സിദ്ധമാക്കേണ്ടത് അത് അതിലുണ്ട്. അപ്പോൾ സിദ്ധി ഏതൊരു വിഷയത്തിലും നമ്മൾ അനുസ്യൂതമായിട്ട് പിൻപറ്റുന്ന ഒരു വിചാരത്തിന്റെ പൂർണ്ണബോധം ആ മന്ത്രത്തിലേക്ക് നമ്മൾ ഉറയ്ക്കുന്നതോടൊപ്പം ഉണ്ടാകും. അപ്പൊ മന്ത്രത്തെ ചേർത്തുകൊണ്ടാണ് എല്ലാ മനനവും പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ മന്ത്രം നൽകുന്നു. ഈ വിദ്യ അനുശീലനം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മന്ത്രം നൽകുക, എന്നിട്ട് സഞ്ചരിക്കുക. മനനാഥ് ത്രായ രീതി മന്ത്ര. അപ്പൊ മന്ത്രത്തിന്റെ സഹായത്തോടുകൂടി യാത്ര ചെയ്യും. എന്നിട്ട് പറയും, എന്തിനീ മന്ത്രം എന്താണ്? പ്രയോഗ സമവേദ അർത്ഥസ്മാരക മന്ത്ര. നേരത്തെ പറഞ്ഞല്ലോ, പ്രാക്ടീസ് ഈസ് ദ ക്രൈറ്റീരിയ ഓഫ് ട്രൂത്ത്. പ്രയോഗമാണ് സത്യത്തിന്റെ മാനദണ്ഡം, നമ്മൾ മാനിക്കുന്നുണ്ട്. പക്ഷേ മാനദണ്ഡം, ഉരകല്ല്, അതെവിടെ, എങ്ങനെ ചെയ്യും? എല്ലാവർക്കും ഓരോ ഉരകല്ലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ പ്രയോഗമല്ല നിങ്ങളുടെ പ്രയോഗം. അവിടെ എന്ത് ചെയ്യും? ആ വൈരുദ്ധ്യത എങ്ങനെ പരിഹരിക്കും? പ്രയോഗ സമവേദ അർത്ഥസ്മാരക മന്ത്ര. പ്രയോഗം ചെയ്യവേ അർത്ഥത്തെ, ശരിയായ തത്വത്തെ ഓർമ്മപ്പെടുത്തുന്നവ മന്ത്രം. ഈ ലോകവും ഈ ലോക ജീവിതവും ഇതിന്റെ സമസ്യകളും ഇതിലെ രോഗാതുര അവസ്ഥകളും ആരോഗ്യവും ഒന്നും പുതിയതല്ല. തലമുറകൾ ഇതെല്ലാം കണ്ടു തന്നെയാണ് വന്നത്. അവര് നമുക്ക് വേണ്ടി ഭദ്രമായിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? മന്ത്രരാശികളിൽ അത് കോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പലർക്കും കൈവിട്ടുപോയി. പാരമ്പര്യത്തിന്റെ ഒരു തലമുറ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ഈ മന്ത്രബുദ്ധി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നിരന്തരം ഇവയെ ചൊല്ലി മൗഖികമാക്കി നിലനിർത്തണം എന്ന് പറയുന്നത്. ഇത് വെറുതെ എഴുതി വെക്കരുതെന്നുണ്ട്, വെച്ചോളൂ. പക്ഷെ അത് മനസ്സിലും ബുദ്ധിയിലും, അത് നിങ്ങളുടെ നാവിലും ഉണ്ടാവും. സരസ്വതി കളിയാടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്താണ് ഈ സരസ്വതി? സരസുള്ളവൾ. സരസ് നമ്മളുടെ മനസ്സാണ്. മനസ്സിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ഇതിന് പുറമെ നോക്കിയാൽ കാണാൻ കഴിയില്ല. ചരിത്രത്തിൽ സരസ്വതി അന്തർധാനം ചെയ്തു നോക്കുക, അന്തർധാനം ചെയ്യില്ല, അതിപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യ മനസ്സുകളാണ് സരസ്സുകൾ. മനുഷ്യ മനസ്സുകളിൽ മാത്രമേ ഇതിനെ കിട്ടുകയുള്ളൂ. ഈ മന്ത്രങ്ങളുടെ ഇരിപ്പിടം വേറൊന്നുമില്ല, ഇത് മനസ്സാണ്. അപ്പൊ മന്ത്രങ്ങൾ നൽകിയിട്ടാണ് നിങ്ങൾ പ്രയോഗം ചെയ്തോളൂ, പ്രയോഗിച്ച് സത്യത്തെ അറിഞ്ഞോളൂ നമ്മൾ പറയുന്നത്.
അപ്പൊ തർക്കനിർണയാഭ്യാം ലോകയാത്രാ പ്രവർത്തത. ജീവിതത്തിന്റെ യാത്ര, ലോകയാത്ര എന്ന് പറയുന്നത് തർക്കം മാത്രമല്ല, നിർണയം കൂടി. തർക്കത്തെ മാത്രമേ സയൻസ് എടുക്കുന്നുള്ളൂ, നിർണയത്തെ അത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകയാത്രയെ സംബന്ധിച്ച് അത് ശരിയായ വെളിച്ചം ദീപശിഖയാണോ എന്ന് സംശയിക്കണം. ഇനി ഇവരെല്ലാം ഉപയോഗിക്കുന്ന, സയൻസ് എല്ലാം ഉപയോഗിക്കുന്ന തിസിസ്, ആന്റിതിസിസ്, സിന്തസിസ് എന്ന ആ ഒരു ട്രയാഡ്, അതിനെ സംബന്ധിച്ച് ന്യായദർശനത്തിന് എന്താണ് പറയുന്നത്? പക്ഷപ്രതിപക്ഷാഭ്യാം വിമർശ്യ തത്വസ്യ അവധാരണം നിർണയ. ഗൗതമന്റെ ന്യായസൂത്രം. പക്ഷം പ്രതിപക്ഷം ഇതുകൊണ്ട് നന്നായിട്ട് വിമർശിക്കണം. പക്ഷമുണ്ടാകണം, വിപക്ഷം ഉണ്ടാകണം, തിസീസ് ഉണ്ടാകണം, ആന്റിതിസീസും ഉണ്ടാകണം. തർക്കമൊന്നുമില്ല. പക്ഷം വിപക്ഷം അവയെ നന്നായിട്ട് എന്ത് ചെയ്യണം? ഉരസണം. ഏതറ്റം വരെയും നമ്മുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന മനസ്സോടെ. അവിടെയാണ് വേദം പറയുന്നത്, ആനോ ഭദ്രാ ക്രതവോ എന്ന്. എവിടെ നിന്നും ശുഭവിചാരങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. സമ്പ്രദായങ്ങളിലോ ഗുരുക്കന്മാരിൽ നിങ്ങൾ ഈ വിചാരങ്ങളെ കുരുക്കിയിടരുത്. ആര്യസമാജം ഗുരുട്ടം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നത് തന്നെയാണ്. വാതായനങ്ങൾ, ഹൃദയവാതായനങ്ങൾ തുറന്നിടൂ. ആശയങ്ങൾ എവിടെ നിന്നും വരട്ടെ. അതിനെ സ്വീകരിക്കാനും അതിലൂടെ പ്രബുദ്ധത നേടാനും സിദ്ധി നേടാനും നിലനിൽക്കുന്ന സജീവമായ, നിത്യമായ, പ്രബുദ്ധമായ ഒരു ആത്മാവ് നിങ്ങളിലുണ്ട്. അത് ക്ഷീണിക്കുന്നതല്ല. നയനം ചിന്തന്തി ശസ്ത്രാണി. ആയുധങ്ങൾ കൊണ്ട് പോലും മുറിവേൽക്കുന്നതല്ല. അപ്പൊ അതിന് വേണ്ടത് എന്ത്? ശുദ്ധമായ ജ്ഞാനമല്ല, ഒന്നും വേണ്ട. ശുദ്ധമായ അറിവ് മാത്രം ആത്മാവിന് മതി. അത് രുചിക്കുമ്പോൾ നല്ല രുചി. രസ ഇത് ജ്ഞാനം. അവിടെ രസത്തെ അറിഞ്ഞു. പുളി, ഉപ്പ് ഇതെല്ലാം ചേരുന്ന ഷഡ്രസ ആഹാരം. 6 രസമുള്ള ആഹാരത്തെ അറിഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞു, ഇനി 7ാമതൊരു രസമുണ്ടോ? ഇല്ല. രസം ആലോചിച്ച് നോക്കുക. ഓരോരുത്തരും വൈയക്തികമായി നാക്കിലൂടെ അറിയുന്നതിനെ എങ്ങനെയാണ് പഠിച്ച് സ്ഥിരീകരിക്കാനാവുന്ന നിർണയം എങ്ങനെയാണ് എടുക്കാൻ കഴിയുന്നത്? അവിടെയാണ് നമ്മളുടെ പൂർവിക പരമ്പരയുടെ അത്ഭുതം. ആഹാരം എന്താണ്? ആഹരിക്കേണ്ടത് അകത്തേക്ക്, നാക്കിലൂടെ പോകേണ്ടത് ഷഡ്രസം. ഇതുവരെയും 7ാമതൊരു രസമില്ല. രസാന്തരങ്ങളുണ്ട്, അതെല്ലാം ഈ 6ന്റെ ഉള്ളിലുണ്ട്. ശബ്ദാന്തരങ്ങളുണ്ട്, ധ്വന്യന്തരങ്ങളുണ്ട്. ഓക്കെ. പക്ഷെ അതെല്ലാം സപ്തസ്വരങ്ങളുടെ വ്യവസ്ഥയ്ക്ക് ഉള്ളിലാണ്, പുറത്തല്ല. മകാരത്തിനും ഗകാരത്തിനും ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ള ലോ ആൻഡ് ഹൈ ടോൺസ് ഉണ്ടാവും, സൊനാറ്റിക് ഡിഫറൻസസും ഉണ്ടാവും. പക്ഷെ അതിനുള്ളിൽ ഇനി ഉച്ചാരണം. നമ്മളുടെ ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്മളെയൊക്കെ ഭിന്നമാക്കുന്നത്, മനുഷ്യരെ അകറ്റിക്കളയുന്നത് ഭാഷയാണ്. അടുക്കുവാൻ വേണ്ടിയാണ് ഭാഷ നൽകിയത്, പരസ്പരം ആശയവിനിമയത്തിന്. പക്ഷെ ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ അകറ്റിക്കളയുന്നത്, പരമ്പരകളെ ചതറിച്ചു കളഞ്ഞിരിക്കുന്ന ഭാഷകളാണ്. ആ ഭാഷകളെ സംബന്ധിച്ച് നമ്മുടെ നിർണയം എന്താണ്? വർണ്ണ ചതുഷ്ഷഷ്ടി. വർണ്ണങ്ങളാണ് ഭാഷകൾ, അത് 64. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നിർണയം പറയാൻ കഴിയുക എന്നതാണ് കാര്യം. തർക്കത്തിനല്ല. തർക്കം ചെയ്യട്ടെ, കാരണം ഞങ്ങൾ ഇന്ന രീതിയിലാണ് തർക്കിച്ചു വന്നത്. നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചേർക്കാനുള്ള ചേർത്തോളൂ. പക്ഷെ നിർണയം ഉണ്ടാവും. അപ്പൊ തത്വസ്യ അവധാരണം നിർണയം. പക്ഷം പ്രതിപക്ഷം ഇതിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുക, അത് പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുക, കുറെ പേര് കൈയടിക്കുക, കുറെ പേര് കൂട്ടുപിടിക്കുക, കുറെ പേര് ഊക്കി വിളിക്കുക, നിത്യപ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഞങ്ങളൊരു വലിയ കാര്യമാണ് ചെയ്യുന്നതെന്ന് ഇപ്പൊ എല്ലായിടത്തും സോഷ്യൽ മീഡിയ ഓരോ അതിന്റെ സിംഗിൾ ഇൻസ്റ്റാൻസുകളിലൂടെ, ആപ്സിലൂടെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. അതല്ല നടക്കുന്നത്. നിർണയങ്ങളുടെ തത്വസ്യ അവധാരണം. നിർണയം എപ്പോഴാണ് ഉണ്ടാവുക? അതിന്റെ പൊരുളിന് തത്വം, തത്വം, അതിന്റെ അവധാരണം, അതിനാണ് നിർണയം എന്ന് പറയുന്നത്. അതാണ് ദ തിങ് ഇൻ ഇറ്റ് സെൽഫ്. മനുഷ്യരാശിക്ക് ഒരിക്കലും സയൻസിലൂടെ കടന്ന് അതിലേക്ക് എത്താൻ കഴിയില്ല. അത് എപ്പോഴും ഓൾവേസ് അൺനോൺ. ഇറ്റ് വിൽ ഓൾവേസ് ബി അൺനോൺ. അജ്ഞേയമായിരിക്കും എന്ന് കണ്ടു. അപ്പോൾ സയൻസിന് പരമാവധി പോയാലെത്താവുന്ന ഇടമതം എന്ന് സയൻസ് അതിന്റെ എലുക്കകള് നിശ്ചയിച്ച ആളുകൾ തന്നെ പറഞ്ഞിരിക്കുക. നാം എന്തു ചെയ്യണം? വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, വഴി കാട്ടി. വഴി എത്തിലേക്കുള്ളതാണ്, ലക്ഷ്യത്തിലേക്കുള്ളതാണ്. വെറുതെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതല്ല, കാഴ്ച കാണുക എന്നുള്ളതല്ല. നമുക്ക് ആയുസ് നൽകിയിരിക്കുന്നത് അതിന് ആയുസ്സിന് തന്നെ ചില കൃത്യമായ ചില വിഭാഗങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. ബാല്യം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം, ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ കൽപ്പിച്ചിരിക്കുന്നത് ഒക്കെയും സ്വോദ്ദേശമാണ്. ഉദ്ദേശമില്ലാത്തതൊന്നുമില്ല എങ്കിൽ
ഒരു മന്ദബുദ്ധി പോലും പ്രയോജനത്തെ ഉദ്ദേശിക്കാതെ, പ്രയോജനം അനുദ്ദേശിച്ച മന്ദോപിന പ്രവർത്തതി, ഒരു മന്ദബുദ്ധി പോലും പ്രയോജനത്തെ ലാക്കാക്കി അല്ലാതെ പ്രവർത്തിക്കില്ല എങ്കിൽ ഈ ശാസ്ത്രത്തിന്റെ പ്രവൃത്തി എന്തിനു, സയൻസിന്റെ പ്രവൃത്തി എന്തിനു വേണ്ടിയാണ്? എന്ത് പ്രയോജനമാണ് അത് മുന്നോട്ട് വെക്കുന്നത്? സാധാരണ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ. മനുഷ്യ ജീവിതത്തെ ശാകല്യേന ദർശിക്കുവാൻ അതിന് കഴിയുന്നു. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള നിർണയം എന്ത്? നമ്മളെല്ലാം ചേർന്ന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? ദുഃഖത്തിന്റെ വിമോചനം സാധ്യമാണോ എന്നെങ്കിൽ, അതോ നമ്മൾ ഈ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കുടുങ്ങി നടക്കുകയും അപ്പൊ അതിന് വലിയ എന്താ പറയുന്നത്, ഫണ്ടിങ് നടത്തുന്നു. സമ്പത്ത് അവിടെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അന്ധപരമ്പരയാണ് എന്ന് ആർക്കും പറയാൻ കഴിയും. പരമ്പരാബോധമുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പൊ ജീവൻ മുക്തനുണ്ടോ ഇല്ല ഈ ചിന്തയാണ്. ജീവിച്ചിരിക്കെ മുക്തിയെ അറിയുന്നത്, ഈശ്വരനോട് ചേർന്നത്, ഈശ്വര സത്തയെ തിരിച്ചറിഞ്ഞവനുണ്ടോ? ഇല്ല എങ്കിൽ എന്ത്? ശാന്തിസൂത്രം പറയും, ഇതരഥ അന്ധപരമ്പര. ജീവൻ മുക്തൻ നമ്മളുടെ ഒപ്പം ഇല്ല എങ്കിൽ, നമ്മളുടെ വിദ്യയുടെ പ്രതിനിധിയായിട്ട്, പരമ്പരയുടെ പ്രതിനിധിയായിട്ട് ജീവിച്ചിരിക്കുന്ന മുക്തന്മാര്, കൃഷയില്ലാത്തവര്, കാമ ധർമ്മ അർത്ഥ ആദി വിഷയങ്ങളിൽ ധർമ്മത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി വിചാരം ചെയ്യുവാനും അതിൽ ഉറച്ച പ്രജ്ഞയോടും കൂടി ഇരിക്കുവാനാവുന്നവരെ നമ്മളുടെ കൂടെ ഇല്ല എങ്കിൽ അന്ധപരമ്പര. അന്ധന്മാര് ചേർന്ന് ഏതോ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും കൂടെ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് കുഴിയിൽ വീഴും. ഇന്നല്ലെങ്കിൽ നാളെ കുഴിയിൽ വീണിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു പരിഷ്കാരം തീർന്നു. എത്രയോ സന്ധികളിലൂടെയാണ് നമ്മളെ ചെറുപ്പത്തിൽ കടന്നു വന്നിരിക്കുന്നത്. എത്ര സാമ്രാജ്യങ്ങൾ, അതിന്റെയൊക്കെ കെട്ടിയെടുപ്പുകളും തിരിശേഷിപ്പുകളും ഇപ്പോഴും ഇരിപ്പില്ലേ? എന്തെങ്കിലും മിച്ചമുണ്ടോ? അങ്ങനെയാണോ ഭാരതം? എന്താണോ ഭാരതം, എവിടെയാണോ തുടങ്ങി വെച്ചത്, അതിന്റെ എലികകള് അതിന്നും ഇന്ന് ഭദ്രമാണ്. അവയാണ്, അത് നമ്മളുടെ വിശേഷ കരുതൽധനങ്ങളാണ് എന്നത് സത്യം. പക്ഷെ നമ്മളതിൽ പണിയെടുക്കണം. ഇല്ലെങ്കിലോ ഇതരഥ അന്ധപരമ്പര. അപ്പൊ കേവലം സത്യം അല്ലെങ്കിൽ ഫാക്ട് മാത്രം പോരാ. ശുദ്ധ കർമ്മങ്ങൾ, ധിയാവസു, ശുദ്ധ കർമ്മങ്ങൾ അത് നൽകാൻ കഴിയുന്നതാവും. വിദ്യ കൊണ്ട് തന്നെ സിദ്ധമാകുന്ന കർമ്മങ്ങൾ. പാവകാന സരസ്വതി എന്ന് പറയുന്ന സാരസ്വത മന്ത്രത്തിലുള്ള നിർദ്ദേശം അതാണ്. വിദ്യ, അതിനെ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? വിദ്യ. അപ്പൊ വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ അറിവിന്റെ തുക. അത് കേവലം ഇൻഫർമേഷനോ ഫാക്റ്റോ ആയിരുന്നാൽ പോരാ. ശരിയായ കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാവും. ഇന്നത് ചെയ്യൂ, ഇന്നത് നേടൂ. ഇന്നത് ചെയ്താൽ ഇന്നത് നേടാം, ഇന്നത് ചെയ്താൽ ഇന്നത് കൈവരില്ല. പിന്നെയോ കൈവരാൻ താമസം ഉണ്ടാവാം. അത് നമ്മളുടെ വാസനകൾ, കർമ്മങ്ങൾ, അവയുടെയൊക്കെ പക്വപ്പെടലുമായിട്ട്, പാകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കർമ്മവിഭാഗം വന്നാൽ ഫലം അനുഭവിക്കാതിരിക്കുന്ന വ്യവസ്ഥ ഇവിടെ. അതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ നമ്മെ ഓരോ പടിയിലും കൈപിടിച്ചുയർത്തുന്നു. അത് പുരോഗതിയല്ല, ഊർധ്വഗതിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഇതാണ്, പ്ലസ് സൈൻ. പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഗതി നമുക്കുണ്ട്. മനുഷ്യരാശിയെ നമ്മൾ ജീവഗണത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ തിരശ്ചീന ഗതികൾ, തിര്യക്കുകൾ എന്നല്ല പറയാം, തിരശ്ചീന ഗതികൾ, ഹൊറിസോണ്ടലായിട്ട് പോകുന്നവയാണ് മനുഷ്യരല്ലാത്തവരും. നിവർന്നു നടക്കുന്ന അപൂർവം ജീവികളോ അതിൽ തന്നെ പ്രജ്ഞയുണ്ട്, വാക്കും മനസ്സുമുള്ളത് മനുഷ്യന് മാത്രമാണ്. വെർട്ടിക്കൽ. അപ്പൊ വെർട്ടിക്കലായ മനുഷ്യൻ തിരശ്ചീനമായിട്ട് സഞ്ചരിക്കുകയാണോ അതോ വെർട്ടിക്കലായിട്ട് പോവുകയാണോ ചെയ്യുന്നത്? തിരശ്ചീന ഗതിയാണ് പുരോഗതി എന്ന് പറയുന്നത്. മുമ്പിലുള്ളത് മാത്രം കാണുന്നു, മുകളിലും താഴെ എന്താണെന്ന് അറിയുന്നില്ല. പ്രോഗ്രസ്, പുരോഗതി, പുരോഗമനം. എന്താ ചെയ്യുന്നത്? കുറെ റോഡുണ്ടാക്കുന്നു, വഴികൾ തെളിച്ച് കൊണ്ടുപോകും. കൂടുതൽ വഴികൾ ഉണ്ടാക്കും. വഴികളിലാണ് വികസനം എന്ന് പഠിപ്പിക്കുന്നത്. ഒരു വഴി എന്തെന്ന് അറിയാതെ ലക്ഷ്യത്തെ നൽകുന്ന വഴി എന്തെന്ന് ഉറപ്പിക്കുവാന് എല്ലാവരും ചേർത്ത് സഞ്ചരിക്കേണ്ട സംഗമത്തിന്റെ സംഘക്ഷത്വം, സംവാദത്തിന്റെ വഴി പറയുന്നു. വിവാദത്തിന്റെ വഴികളെ പെരുപ്പിക്കുന്നു, നറേറ്റീവ്സ്. പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. വിവാദങ്ങളിലൂടെ എല്ലാവർക്കും ഗുണമുണ്ടാക്കുന്നു. ആരും സ്വച്ഛമല്ല. അപൂർവം ആളുകൾക്ക് മാത്രമാണ് ഈ വിവാദങ്ങളിൽ ശരിയെ സംബന്ധിച്ചുള്ള ഒരു ലാഞ്ചന. അത്ര കണ്ട് വിവാദാസ്പദമാക്കി എല്ലാത്തിനെയും ചിതറിപ്പിച്ചു കളയും. എന്നിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നു, നാട്ടുഭാഷ പോലെ. ആരാണോ ഇത് ഉണ്ടാക്കുന്നത് അവർക്കെല്ലാം നിശ്ചാട്ടം കിട്ടുന്നുണ്ട്. നമ്മൾ
അനുദിനം മുക്തിയിലേക്ക് മുന്നേറേണ്ടവര് അനുദിനം നരകത്തിലേക്കുള്ള യാത്രയും ടിക്കറ്റും ഉറപ്പാക്കും. ഇത് കുറേ യാത്ര ചെയ്ത് വന്ന അനുഭവത്തിലൂടെയാണ് പറയുന്നത്. നരകം എന്താണ്? അത് എവിടെയെങ്കിലും ഇരിക്കുന്ന നമ്മളെ കാത്തിരിക്കുന്ന എണ്ണ തിളച്ച പാത്രമൊന്നുമല്ല. നരകം ഞരകം നീച്ചയർഗമനം. നിങ്ങൾ എവിടെ നിൽക്കുന്നു അതിൽ താഴേക്ക് പോകുന്നതിനെയാണ് നരകം എന്ന് പോകുന്നത്. മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾ മുകളിലോട്ട് പോകുന്നില്ല. വീണ്ടും നട്ടലിന്റെ മാർഗം. ഇടവും വലവും സഞ്ചരിക്കുന്നു, പക്ഷെ നിങ്ങൾ നട്ടലിലേക്ക് തിരിയുന്നില്ല. നിവർന്നു നിൽക്കേണ്ട നമ്മൾ ഉയരണം, മുകളിലേക്ക് ഉയരണം. ഇതിന്റെ രഹസ്യം മനസ്സിലാക്കിയിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ മതം എന്ത് എന്ന് ചോദിച്ചപ്പോൾ, കാരണം അന്ന് അതിനോടകം മതത്തിനെതിരെയുള്ള ചോദ്യങ്ങൾ പെരുകിയിരുന്നു ലോകായതത്തിൽ. അത് പുതിയ പുതിയ രൂപങ്ങളും നേടിയിരുന്നു. മാർക്സിസം തുടങ്ങിയുള്ളവരുടെ വിമർശനം തുടങ്ങിയുള്ള സമ്പ്രദായങ്ങൾ. മാർക്സ് എന്താ പറഞ്ഞത്? റിലിജൻ ഈസ് ഓപ്പിയം ഓഫ് ദ പീപ്പിൾ. മയക്കുമരുന്നാണ്, പുരോഗതിയെ തടയുന്നു. ഇങ്ങനെ പറയുന്നിടത്ത് അതിന് മറുപടിയായിട്ട് ഒരു സൂത്രവാക്യം ഗുരുദേവൻ ഉച്ചരിച്ചു. ഊർധ്വഗതിക്കുതകുന്നത് മതം. അത് പുരോഗതിക്കുതകുമോ അതെനിക്കറിയില്ല. അത് നിങ്ങളുടെ അനുശീലനം പോലെ ഇരിക്കും. പക്ഷെ ഒരു വ്യക്തി അത് അനുശീലിച്ചാൽ അവൻ ഉയരും, ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്. ഉറപ്പാണ്. വിവേക സോപാന പരമ്പരാണ്. ഒരു സുപ്രഭാതത്തിൽ ഉദയം ചെയ്യുന്നതിനെ അല്ല വിവേകം എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും വാക്കിനെ വിശ്വസിച്ച് അത് ശരിവെച്ച് പഠിച്ച് ഉറപ്പിച്ച് ജോലി വാങ്ങി അങ്ങനെ സുഖമായ ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നതിനെ അല്ല വിവേകം എന്ന് പറയുന്നത്. സോപാന പരമ്പരയാണ്. പല പടികൾ ഇതാണ്. അതിൽ താഴത്തെ പടി നിൽക്കുന്നതിനെ കൈ പിടിച്ചുയർത്തി അടുത്ത പടി കാണിച്ചു കൊടുക്കുന്നതിന്റെ പേര് മതം. അതെങ്ങനെ കിട്ടുള്ളൂ? ഉപനിഷത്ത് പറയും, ജൈനോപനിഷത്തില് മതം എന്ത് എന്ന് പറയും, മതബുദ്ധി എന്ത് എന്ന് പറയും. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹിവിന്തതേ. പ്രതിബോധ വിദിതം മതം. നാം ബോധമുള്ളവരാണ്, എല്ലാവരും ബോധമുള്ളവരാണ്. ഈ പ്രത്യക്ഷത്തിലൂന്നി പുറമെയുള്ള കാഴ്ചകളെ പഠിച്ച് സമയം കളയാതിരിക്കൂ. നമ്മളുടെ ബോധത്തിലേക്ക് തിരിയും. നമ്മളുടെ ബോധാവസ്ഥകളെ മനസ്സിലാക്കൂ. സ്വപ്നം, ജാഗ്രത, സുഷുപ്തി. അതിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉണർന്നിരിക്കുമ്പോൾ എന്തോ അറിയും. പകുതി ഉറങ്ങുന്നു, പകുതി ബോധത്തിലാകുന്നു. പക്ഷെ നമുക്ക് ഊർജ്ജം നൽകുന്നത് ഈ പുറത്തുള്ള പ്രത്യക്ഷമല്ലല്ലോ. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മൾ ഏറ്റവും സ്വച്ഛമാകുന്നത്. ഏറ്റവും കൂടുതൽ ഊർജ്ജം നേടുന്നത് ഉറക്കത്തിലാണ്. എവിടെ നിന്ന് കിട്ടി? കഴിച്ച ഭക്ഷണത്തിനേക്കാൾ വലിയ ഊർജ്ജം. ഏറ്റവും മികച്ച ഇഷ്ടമുള്ള രുചികരങ്ങളായ ഭക്ഷണങ്ങൾ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. രാവും പകലും ഊർജ്ജം കിട്ടില്ലല്ലോ ഉറങ്ങാതെ. എവിടെ നിന്നാണ് ഈ ഊർജ്ജം കിട്ടുന്നത്? അപ്പൊ ഈ അവസ്ഥകളിലൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ. ജാഗ്രത സ്വപ്നമാകുന്നു, സ്വപ്നം സുഷുപ്തിയാകുന്നു, വീണ്ടും അത് ഉണർവിലേക്ക് പോകും. ഇവയെല്ലാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നവയെ നിങ്ങൾ സത്യമെന്നെങ്ങനെയാണ് കരുതുക? ഇത് മൂന്നും മാറുന്നുവെങ്കിൽ അതിനർത്ഥം മാറാതിരിക്കുന്ന നാലാമത്തെ ഒന്നിലാണ് കാര്യമിരിക്കുന്നത്. അതിന്റെ അവസ്ഥാന്തരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം ഇതൊക്കെ ശബ്ദ ആധാരിതമാണെന്ന് നമ്മൾ ഇതിൽ പിന്നീട് നിർണയത്തിലെത്തും. അവിടെയാണ് ബാക്ക് ടു വേദാസ് എന്ന് ജനസാമാന്യത്തിൽ ആധുനിക കാലത്ത് അവതരിച്ച ഋഷി ദയാനന്ദൻ. അദ്ദേഹത്തിന്റെ ആഹ്വാനം അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ വെറും ഒരു ആധുനിക കാലത്തെ പല മുദ്രാവാക്യങ്ങൾക്കിടയിൽ മറന്നു കളയേണ്ട, അതുപോലെ വെറുതെ ഈ തഴമ്പിച്ച കാതുകൊണ്ട് കേട്ട് മറക്കേണ്ട ഒരു വാക്യമല്ല വേദത്തിലേക്ക് മടങ്ങുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ശരിയായ യാത്രയ്ക്ക് വേണ്ടി, ശരിയായ വഴിക്ക് വേണ്ടി, ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി. നാം ആത്മാക്കളാണ് എന്ന ബോധം അനുനിമിഷം ഉറയ്ക്കുവാൻ വേണ്ടി. പ്രതിബോധ വിദിതം. അങ്ങനെ ഓരോ ബോധത്തിലും, ഓരോ ബോധാവസ്ഥയിലും ഓരോ ബോധരൂപങ്ങൾ. നമ്മളെല്ലാം ബോധരൂപങ്ങളാണ്. ഈ ബോധരൂപങ്ങൾക്കെല്ലാം ഒരുമിച്ച് ശരിയാണ് എന്ന തിരിച്ചറിവോടുകൂടി യാത്ര ചെയ്യാൻ കഴിയുന്നു. സ്വസ്തിയുടെ വഴിയുണ്ട്. അതിനെയാണ് മതം എന്ന് പറയുന്നത്. അത് സരളമായ ഭാഷയിൽ, ആധുനികർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം ചുരുക്കി പറഞ്ഞു. ഈ ആശമാർഗത്തിന്റെ സാരഥിക്കായിരുന്നു കേരളീയനായിപ്പോയത്, ആധുനിക കാലത്തെ കേരളീയനായിപ്പോയത് കൊണ്ട് ഗുരു ആകാതെ പോയ ശ്രീനാരായണൻ. ഊർധ്വഗതിക്കുതകുന്നത് മതം.
അപ്പൊ പുരോഗതിയുണ്ട്, ഊർധ്വഗതിയുണ്ട്. പുരോഗതിക്ക് വേണ്ടിയല്ല മതം. മതം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ധർമ്മം ചെയ്യുന്നുണ്ട്. വേദാന്ത സ്വാമികൾ ഈശാവാസ്യ ഉപനിഷത്തിനെ വിശദീകരിച്ചുകൊണ്ട് കാലിഫോർണിയയിൽ ചെയ്ത ചരിത്ര പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമുണ്ട്. നമ്മൾ ചിക്കാഗോയിലേക്ക് കാര്യങ്ങൾ പറയുമ്പോൾ മറന്നുപോകുന്ന അനേകം അനർഘരത്നങ്ങള്, ഒഴിമുത്തുകള് അദ്ദേഹം പലയിടത്തും വാരി വിതറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വൈദികമായ ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. അതിന് അനേകം വ്യാഖ്യാനങ്ങൾ വേദാന്താദി പരമ്പരകളിൽ, ശങ്കരാചാര്യന്റെയും മറ്റു പരമ്പരകളിലുണ്ട്. പക്ഷെ അതിലേറ്റവും ഗംഭീരമായിട്ടും ജനകീയമായിട്ടും ലൗകികമായ എന്നാൽ ശുദ്ധമായ വ്യാഖ്യാനം കാലിഫോർണിയയില് വിവേകാനന്ദ സ്വാമികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ അതിന് ആമുഖമായിട്ട് കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. മതത്തെ അവിടെ നിർവചിക്കുന്നു. നാം അന്നകൂടങ്ങൾക്ക്, ഭക്ഷണത്തിന്റെയും മറ്റും മലകൾക്ക് ഇടയിലിരുന്ന് വിശന്ന് ചാവുകയാണ്. ശുദ്ധ സരസ്സുകൾ, നദീപ്രവാഹങ്ങൾ, ജലാശയങ്ങൾക്ക് അരികിലിരുന്ന് ദാഹിച്ചു വലയുകയാണ്. വിശപ്പ് മാറ്റുന്നു, ദാഹം മാറ്റുന്നു, വീണ്ടും വരുന്നു. എന്നെങ്കിലും ഇത് മല്ലിട്ട് തീരുന്നുണ്ടോ? ഇല്ല. ഇവിടെ വിശപ്പിനെ ശമിപ്പിക്കുവാൻ, ദാഹത്തെ നീക്കുവാൻ, ശരിയായ ജിജ്ഞാസയെ ഇനി ഉണരാത്തവണ്ണം ശാന്തമാക്കുവാൻ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം അറിയിക്കുന്നതാണ്. അതിനെ നമ്മളുടെ നിത്യവ്യവഹാരത്തിൽ നിന്ന് മാറ്റി നിർത്തി. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ കേന ഉപനിഷത്ത് ചോദ്യം ചെയ്യുന്നതാണ്. കേന, ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവിടെ കിം അതല്ല, പാട്ടല്ല, കേന, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയത്? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? എന്താണ്? ഹൗ, വാട്ട്, വെൻ, ഇതെല്ലാമാണ് ചോദ്യം. കേന ഉപനിഷത്ത് നിശ്ചയമായിട്ട് വിളക്ക് വെച്ച് പഠിക്കേണ്ടത്. എറണാകുളംകാർക്ക് ഒരു സൗഭാഗ്യമുണ്ട്. നമ്മുടെ രാമചന്ദ്രദേവ്ജി, അദ്ദേഹത്തിന്റെ കേനോപനിഷത്തിന്റെ ഒരു പരിഭാഷയുണ്ട്. അതവിടെ ഇപ്പോഴും ലഭ്യമാണെങ്കിൽ അത് വായിക്കണം. അപ്പൊ കേന ഉപനിഷത്തിൽ മതത്തിൽ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: പ്രതിബോധം വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ. അത് അമരത്വത്തെ, നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് ക്ഷണികമായ വാസനകളും ക്ഷണികമായ അനുഭവങ്ങളും ക്ഷണികതയും ക്ഷണങ്ങളും കാലവും വർത്തമാനവും ഭൂതവും ഭാവിയും ഒന്നുമല്ല, മറിച്ച് അമരത്വമാണ്. മരണത്തെ താണ്ടുവാനുള്ള സഹജമായ ക്ഷമതയാണ്. അത് നൽകുന്നതിന്റെ പേര് മതം. പക്ഷെ അതെന്താവണം? പ്രതിബോധവിദിതം, ഓരോരുത്തരുടെയും ബോധത്തിൽ ഉറച്ചതാവണം. ആചാര്യ ശങ്കരൻ പറയുന്നു, ആത്മാവിനെ പറ്റി എന്തിനു തർക്കം? നിങ്ങൾ ആത്മാവിന്റെ ഉപദേശം അങ്ങ് തുടങ്ങിയോ? അതെന്തെന്ന് പറയൂ എന്നൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ പരമ്പരയിൽ ഉറച്ച ആളെ സംബന്ധിച്ച് അവരെന്തേ പറയുള്ളൂ? സർവലോക പ്രത്യക്ഷമാത്മാ. ലോകത്തെല്ലാവരും എന്തിനെയാണോ ഞാൻ എന്ന് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പേരാണ് ആത്മാവ്. ഇനി എന്ത് തർക്കം? അവിടെ നിന്നുമാണ് ശരിയായ വഴി ആരംഭിക്കുന്നത്. ഇത് പുറത്ത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. നോ ദൈ സെൽഫ്, നീ നിന്നെ അറിയുക. സോക്രട്ടീസ് ഉപദേശിച്ചു. അവർ ശ്രദ്ധിച്ചില്ല. അവരതുകൊണ്ട് അതിന്റെ പരമ്പര ഉണ്ടാക്കിയില്ല. ഗ്രീക്കിലും എല്ലായിടത്തും നബി പറയുന്നത് പോലെ എല്ലാ ദേശത്തേക്കും ഈശ്വരൻ പ്രവാചകന്മാരുടെ ഋഷികളെ അയച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രന്ഥരാശി എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ അത് ഉപയോഗിക്കണ്ടേ? ജലമുണ്ട്, എടുത്ത് കുടിക്കണ്ടേ? ശുദ്ധമായ ജലമേതെന്ന് തിരിച്ചറിയണ്ടേ? ജലം പോലെ ഇരിക്കുന്ന അനേകം വസ്തുക്കളുണ്ട്. ആധുനിക ഭാഷ പറഞ്ഞ H2O ആണെങ്കിൽ H2O2 ഉണ്ട്, അതും ജലം പോലെ ഇരിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് കുടിച്ചാൽ അനുഭവം വേറെയാണ്. ആസിഡുകളും ഒക്കെ ജലം പോലെ ഇരിക്കും. അപ്പൊ ഇത് തന്നെയാണ് പരമ്പരയുടെയും കുഴപ്പം. പരമ്പരയിൽ മയക്കുന്ന പദമുണ്ടാകും, തിരിച്ചറിയണം. മാർക്സ് പരിചയപ്പെട്ടത് മയക്കാത്ത മതത്തെ അല്ല. എല്ലാ മയക്കത്തിൽ നിന്നും, എല്ലാ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി നിത്യതയിലേക്ക്, സ്വസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മതത്തെ മാർക്സ് പരിചയപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ പഠനത്തിന് അത്രയും വ്യാപ്തിയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പരിചയപ്പെട്ട മതത്തിന്റെ ലക്ഷണം വെച്ച് പറഞ്ഞു, മയക്കുമരുന്നാണ് മതം. അപ്പൊ അവിടെ നിന്നൊക്കെ ബഹുദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ സയൻസ്, ശാസ്ത്രം എന്ന് പറഞ്ഞത് രണ്ടും രണ്ട് വിഷയമാണ് എന്ന് തിരിച്ചറിയണം.
ഒന്ന് തെറ്റിനെ മുൻനിർത്തി നീങ്ങും, ഒന്ന് ശരിയെ ഉറപ്പിച്ചു നീങ്ങും. ദൂരമേതേ വിഷൂചി, കഠോപനിഷത്തിന്റെ ഭാഷ പറഞ്ഞാൽ രണ്ടിന്റെയും സൂചി രണ്ട് ദിശയിലാണ്. രണ്ടിനെയും കൂടെ ചേർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് അവര് ചെയ്യട്ടെ. അവർക്ക് വേണമെങ്കിൽ അവര് ശാസ്ത്രത്തിൽ നിന്നും ഉപാദാനങ്ങൾ, ശരിയായ ലക്ഷ്യങ്ങൾ കണ്ടെത്തട്ടെ. എന്തായാലും അവര് ഇവിടുത്തെ താളിയോലകളും മറ്റും കൊണ്ടുപോയി പഠിച്ച് വ്യത്യസ്ത വിദ്യകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരാ വഴി പോട്ടെ. നമുക്ക് ആ അന്ധപരമ്പരയിലല്ല പോകേണ്ടത്, ശരിയായ പരമ്പര വീണ്ടെടുക്കണം. ഒരു 250-300 വർഷത്തെ ഇരുട്ട് എവിടെയുണ്ട്? കാരണം നിരന്തരം തമസപരസ്താത്, തമസിനെ താണ്ടോ, തമസിനെ താണ്ടോ, തമസിനെ താണ്ടോ, നിങ്ങൾക്ക് സ്വത്തി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന ഋഷി പരമ്പര നമ്മളുടെ പുറകിലുണ്ട്. അവർ നമ്മുടെ ഒപ്പമുണ്ട്. ആദ്യത്തെ അഗ്നിസൂക്തത്തിൽ തന്നെ മന്ത്രമുണ്ടല്ലോ, അഗ്നി പൂർവേഭ്യ ഋഷിഭിരേദ്യോ നൂതനൈരുത ദേവാങ് ഏഹ ഭക്ഷതി. ഞങ്ങൾ പൂർവികരായ ഋഷിമാരെ ഉപാസിച്ച, ഉപദേശിച്ച, ഞങ്ങൾ നിരന്തരം പിൻപറ്റി അഗ്നിയുണ്ടല്ലോ, അഗ്രണിയായ പൂർവികർ ഋഷിഭിരേദ്യോ നൂതനൈരുത, അത് തന്നെയാണ് ഞങ്ങൾ ഏത് അഗ്നിയെ ഉപാസിച്ചോ അതേ അഗ്നിയെ തന്നെയാണ് നൂതനരായ ഋഷികൾ ഉപാസിച്ചത് കാലത്തുകൾ. ദേവാങ് ഏഹ ഭക്ഷതി, നമുക്കിടയിൽ ദിവ്യഗുണങ്ങളെ ആനയിക്കുന്നത് ആ അഗ്നിയായിരിക്കും. ആ അഗ്നിയുടെ ഉപാസന ചെയ്യണം. ആ അഗ്നിയുടെ സ്വരൂപത്തെ അറിയണം. അത് ബാഹ്യാഗ്നിയാണോ, വിദ്യുത്താണോ, വിദ്യുത് ശക്തിയാണോ, എന്താണെന്നൊക്കെയുള്ളൂ നിങ്ങൾ തീരുമാനിക്കുക, തിട്ടപ്പെടുത്തുക. പക്ഷെ പൂർവികരായ ഋഷികൾ, ഋഷിശിക്ഷ ദർശനാവും കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഊനക്കണ്ണിന്റെ ദോഷങ്ങളല്ല, അകക്കണ്ണിന്റെ കൃത്യമായ ദർശനം ഉണ്ടാകുന്നത്. ഊനക്കണ്ണിന്റെ, ഇപ്പോൾ ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നത് നേരത്തെ പോലെ സൂക്ഷ്മ ദർശിനി, ദൂരദർശിനി എന്നൊക്കെ പറഞ്ഞ ഉപനേത്രം, ബാഹ്യ ചക്ഷുസിന്റെ കേട് മാറ്റുവാൻ വേണ്ടിയാണ് ഈ ഉപനേത്രം വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് എന്റെ അകക്കണ്ണുമായിട്ട് ബന്ധമില്ല. അകക്കണ്ണിന്റെ കാഴ്ച അന്ധമായിരുന്നുവെങ്കിൽ ഇത് വെച്ചാലും പ്രയോജനമില്ല. അപ്പൊ കാഴ്ചയുടെ കാഴ്ച, ചക്ഷുസിന്റെ ചക്ഷുസ് അകത്താണ് ഇരിക്കുന്നത്. അതിനെ ശരിപ്പെടുത്തിയാൽ കാഴ്ച കൂടുതൽ കൃത്യമാകും. ഉപകരണങ്ങളെ ആശ്രയിച്ചല്ല കാഴ്ചയെ കൃത്യപ്പെടുത്തുന്നത്. ചെയ്തുകൊള്ളൂ, അത് കുഴപ്പമില്ല. പക്ഷെ അതിനോടൊപ്പം ഇതും വേണം. അതുകൊണ്ടാണ് പര അപര എന്ന രണ്ട് വിദ്യകളെ നിർണയിച്ചത്. അതില് അപരാവിദ്യ എന്ന് പറയുന്ന ഗണത്തിലാണ് ഇന്ന് വരുന്ന സയൻസ്. ശാസ്ത്രം എന്ന് പറയുന്നത് പരാവിദ്യ എന്ന് പറയുന്ന ഗണത്തിലാണ്. രണ്ടും വേണം. ദ്വേ വിദ്യയെ വിദ്യുതവ്യേ. വളരെ രസമാണ്. സമയം കഴിയുന്നു. ഇന്നത്തെ ഇത് നമുക്ക് നിർത്താം. ഈ ഒരു ആമുഖം, ഇതെല്ലാം ആമുഖമാണ്. നിങ്ങൾ ആ വിഷയത്തിലേക്ക് വരുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. സാധകരെന്ന നിലയിൽ നമ്മൾ എത്രയും വേഗം നമ്മളുടെ കയ്യിൽ ഇത് പാഥേയമായിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ വേദശാസ്ത്രം എന്ന നിലയിൽ പങ്കുവെക്കുന്നത് ഇനിയുള്ള യാത്രയ്ക്ക് പാഥേയം. അപ്പൊ അവിടെ മഹാശാലനായ ശൗനകൻ, വലിയ ഗൃഹസ്ഥൻ, അംഗിരസ ഋഷിയെ സമീപിച്ച് ചോദിച്ചു, ഏതെന്നറിഞ്ഞാലാണോ അല്ലയോ ഭഗവൻ എല്ലാം അറിയാറായി തീരുക? ഏതെങ്കിലും ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയാറാകും, അതോ എല്ലാറ്റിനെയും അറിയാൻ നമ്മൾ പോകണം? എല്ലാറ്റിനെയും അറിഞ്ഞു തീരാനാവില്ല. അതുകൊണ്ട് ലോകത്തിന്റെ രഹസ്യം എങ്ങനെ അറിയും? എനിക്ക് വഴി പറഞ്ഞു തരൂ. കസ്മിൻ ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയാറായിത്തീരുന്നത്, അതിനെപ്പറ്റി അങ്ങ് എന്നോട് പറഞ്ഞു തന്നാൽ എനിക്ക് ഉപദേശിച്ചാൽ. അതിന് മറുപടി അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിച്ച് ഉറപ്പിക്കുന്നതാണ്. ദ്വേ വിദ്യയെ വേദിതവ്യ. ആദ്യമായിട്ട് ഗുരുവിന്റെ മുഖത്തിൽ നിന്ന് വരുന്നത് രണ്ട് വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. ദ്വേ വിദ്യയെ വേദിതവ്യ. പരാ അപരാചയം. പരയുമുണ്ട് അപരയും. ഏതെങ്കിലും ഒന്നറിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അതില് ഏറ്റവും സ്ഫുടം ചെയ്ത ഇന്ദ്രിയജ്ഞാനത്തെയാണ് ഇന്ന് ആധുനിക സയൻസ് എന്ന് പറയുന്നത് നമ്മൾ വിജ്ഞാനം എന്ന് പറയും. അതേസമയം അതെല്ലാം സിദ്ധവസ്തുവിനെ പറ്റിയാണ്, സാധ്യവസ്തുവിനെ പറ്റി, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തെ പറ്റിയാണ്. സിദ്ധവസ്തു നേരത്തെ തന്നെയുണ്ട്, ബ്രഹ്മം. അതിന്റെ അറിവുമുണ്ട്. അതിന്റെ അറിവാണ് നമുക്ക് വേണ്ടത്, ആത്മാവിന് വേണ്ടത്. ശരീരത്തിന് വേണ്ടതുണ്ട്, വാക്കിന് വേണ്ടതുണ്ട്, മനസ്സിന് വേണ്ടതുണ്ട്, ഒക്കെ ഉണ്ട്. അതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. പക്ഷെ ആത്മാവിനുള്ള വിദ്യയും വേണം. ആത്മാവേ ഇല്ലാത്തൊരു ലോകത്തിൽ, ആത്മാവ് ഒരു പഠന വിഷയമല്ലാത്ത, ആത്മാവ് ഒരു ദ്രവ്യമല്ലാത്ത, വസ്തുവല്ലാത്ത, സത്യമല്ലാത്ത, ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അനാത്മാവാകണം, ആത്മദ്വേഷിയാകണം നിരന്തരം പോകുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് എവിടെ ആത്മവിദ്യ? കുറെ കാപട്യശാലികളായ ആളുകളിൽ മാത്രമാണ് നമ്മൾ ആത്മവിദ്യ. പിന്നെ പകരം ആത്മാവെന്ന് പറയുന്ന ആളുകളും ഭൂരിപക്ഷവും കാപട്യശാലികളാണ്, പറയാതിരിക്കാൻ വയ്യ. അവരെല്ലാം നിഗൂഢമായി നേരത്തെ പറഞ്ഞ ഗുരുഡം ഉണ്ടാക്കുക.
ഇത് പഠിക്കേണ്ട വിഷയമാണ്. ദ്വാദശ പ്രമേയങ്ങളിലൊന്ന്. അതിനെ മറച്ചു പിടിച്ച് ആവശ്യമില്ലാത്ത നിഗൂഢത അതിനകത്ത് കൊണ്ടുവന്ന് അതിനെ നമ്മളുടെ നിരന്തര വ്യവഹാരത്തിൽ നീക്കിക്കഴിഞ്ഞു. ഇനി എന്നത് തിരിച്ചു വരും അറിയുന്നു. 12 പ്രമേയങ്ങളിലൊന്നാണ്. പ്രമേയങ്ങൾ എന്ന് വെച്ചാൽ പ്രമാണം ഉപയോഗിച്ച് ഗുരുക്കന്മാര് പറഞ്ഞു തരുന്ന പദ്ധതിയിലൂടെ, പഠന പദ്ധതിയിലൂടെ വിന്യാസമായിട്ട് ഗ്രഹിച്ചു പോകേണ്ട ഒരു വിഷയമാണ്. നിഗൂഢ വിഷയമാണ് പഠിക്കേണ്ടത്. ഇനി പറയുകയാണെങ്കിൽ അത് ജൂഡോ സയൻസ് ശാസ്ത്രമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞ എലിക്കുണ്ട്. അതിനപ്പുറത്ത് സഞ്ചരിക്കാനാവില്ല. നമ്മുടെ യാത്ര അവിടെയല്ല, ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. കുഴപ്പമില്ല, മാർഗം മതി. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും. എവിടെ സാധൂകരിക്കില്ല. ഗാന്ധിജി പറഞ്ഞൊരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തെ, എങ്കിൽ ചെകുത്താനെ ഉപാസിച്ചിട്ട് കാര്യമില്ല. ചെകുത്താനെ സേവിച്ചാൽ ചെകുത്താനെ കിട്ടിയേക്കും. ദൈവത്തെ സേവിച്ചാൽ മാത്രമേ ദൈവത്തെ കിട്ടുള്ളൂ. അപ്പം ലക്ഷ്യത്തിന് ഉതകുന്നതാവണം മാർഗം, അഥവാ ലക്ഷ്യത്തിന് ഉതകുന്നതിനെ മാത്രമേ മാർഗമെന്ന് പറയാവൂ. മൃഗ്യമാവണം, അത് തിരിച്ചറിയപ്പെടുന്നതാവണം. എല്ലാവരും ചേർന്ന് കഴിവതും എല്ലാവരും ചേർന്ന് പോകാൻ കഴിയുന്നതാവണം. അതിനുവേണ്ടിയാണ് പ്രയോഗ സമവേദ അർത്ഥസ്മാരക മന്ത്ര. മന്ത്രത്തെയാണ് അവിടെ നമ്മൾ വടമായിട്ട്. ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ താണ്ടുമ്പോൾ നമ്മൾ നദിയുടെയൊക്കെ കുറുകെ സഞ്ചരിക്കുമ്പോൾ, ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നമ്മൾ വടത്തെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വടമാണ് മന്ത്രം എന്ന് പറയുന്നത്. നമുക്കൊക്കെയും മന്നം ചെയ്യാം, അതിലേക്ക് പ്രവേശിക്കാം, അതിൽ അത്ഭുതമൊന്നുമില്ല. അതായത് അത്ഭുത ആശ്ചര്യമൊക്കെ മാറ്റിവെക്ക് സഹജമായിട്ട് സാധാരണമായിട്ട് നമ്മളുടെ പരമ്പര നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വരദാനം. അതിന് ആവശ്യമില്ലാത്ത നിഗൂഢതകളൊക്കെ ഒഴിച്ചു വെച്ചുകൊണ്ട് ഗുരുടത്തെ ആവശ്യമില്ലാതെ കൊണ്ടുവരാതെ ഞാൻ മുന്നേ അറിഞ്ഞു, നിങ്ങൾ വഴിയെ അറിയുന്നത്രയോ. അതിനകത്ത് എന്തുണ്ട്? പൂർവാപരത്വമുണ്ട് എന്ന് മാത്രമേ. പക്ഷെ എല്ലാവരും ആ വഴിയിലേക്ക് എത്തേണ്ടവരാണ്. ഞാൻ മാത്രം അതിന് നീന്തി കടന്നു പോയാൽ പോരാ. അവിടെ ഋഷിദയാനന്ദൻ എന്ന് പറഞ്ഞ ഒരാളെയാണ് നമ്മുടെ ആധുനിക കാലത്ത് ഋഷിത്വത്തിന്റെ സൂചകമായിട്ട് എവിടെയെങ്കിലും നമുക്കൊരു തുടക്കം വേണമല്ലോ വെക്കുന്നതെങ്കിൽ അദ്ദേഹം പറയും, ഞാൻ നീന്തുക മാത്രമല്ല, നീന്താൻ നിങ്ങളെ പരിശീലിപ്പിക്കുക കൂടി ചെയ്യും. നമുക്ക് ഒരുമിച്ച് നീന്തിക്കയറാം. അപ്പൊ അങ്ങനെയാണ് മനുഷ്യരായവർ ചിന്തിക്കേണ്ടത്. സംഗച്ഛത്വം സംവദത്വം. ഒരുമിച്ച് സംഗമിക്കുക, ഒത്തുചേരുക, ഒത്തുപറയുക. ഒത്തുപറയുന്നത് മന്ത്രത്തിലാണ്. മന്ത്രമല്ലാത്തത് ഒത്തുപറയാൻ കൊള്ളുന്നുമില്ല. അവിടെ നമുക്ക് വൈരുദ്ധ്യമുണ്ടാകും. സമവനവും മന്ത്രസമിതി. നിങ്ങൾ ഒത്തുചേരുകയാണ്. സമീതി വിചാരത്തിന് വേണ്ടിയാണ് ഒത്തുകൂടുന്നതെങ്കിൽ സമവനവും ഒരു മന്ത്രം ഉണ്ടാവും. അപ്പൊ അതിന്റെ സാധനയിലേക്ക് നമുക്ക് മെല്ലെ കടക്കും. അതിനുള്ള സാഹചര്യം ഗുരുപരമ്പര വീണ്ടും വീണ്ടും നമുക്ക് ഒത്തൊരുമയോടെ പോകാനും കൂടുതൽ ഐക്യത്തോടെ സഞ്ചരിക്കാൻ, കൂടുതൽ ആഴത്തിലേക്ക് പോകുക, കൂടുതൽ ഗുരുപരമ്പരയോട് ചേരുവാനും അതിന്റെ പ്രതിനിധികളാകുവാൻ, അതിലൂടെ ലക്ഷ്യമണയുന്നത് എത്രയും വേഗം സദ്യസിദ്ധിർ ഭവേന്ന. അതാണ് ഗുരു ഉപദേശിക്കുന്നത്. സദ്യസിദ്ധി, എത്രയും വേഗം നിങ്ങൾ സിദ്ധരാണ്. അതിനുവേണ്ടിയുള്ള വഴിയിലൂടെ നമുക്ക് എത്രയും വേഗം ഒരുമിച്ച് സഞ്ചരിക്കാം. ഗുരുപരമ്പരയുടെ ഈശ്വരന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്തേ എല്ലാവർക്കും. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അത് കൂടെ കഴിഞ്ഞ് നിർത്താം. എങ്ങനെയാന്ന് വെച്ചാൽ ആമുഖമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയത്. പക്ഷെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം. ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയണം. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ പറയണം. എന്നാലേ നമ്മൾ പഠനം നടക്കുകയുള്ളൂ. സംശയം ഉണ്ടാവും. തർക്കം നിങ്ങൾ ഉണ്ടാക്കണം. എന്നാലേ എനിക്ക് ഗുരുപരമ്പരയുടെ ഭാഗത്ത് പറയാനാവുള്ളൂ. ആനന്ദിന്റെ അഭിപ്രായമല്ല, ഗുരുപരമ്പരയുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. അപ്പൊ അതിന് തർക്കിക്കുക തന്നെ വേണം. തർക്കിച്ചാലേ നിങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടുകയുള്ളൂ. എനിക്കതിന് ശരിയായ മറുപടി പറയാനാവൂ. ഏകപക്ഷീയമായിട്ട് ക്ലാസ് കാര്യമില്ല. അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യാം. ചോദ്യങ്ങള് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപ്പൊ പറയാവുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ. ഇപ്പോ അടുത്ത ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിന്നാൽ നല്ലത്. കാരണം അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് മുന്നേറാം. അതെ 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 ഇന്നെടുത്ത ക്ലാസിന്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ചോദിക്കുക. കാടടച്ചുള്ള ചോദ്യങ്ങളിലേക്ക് പതുക്കെ പതുക്കെ വരാം. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ചോദ്യങ്ങൾ വരാം. ആ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ അത് വീണ്ടും കേൾക്കണം. കാരണം പലപ്പോഴും പല വിഷയങ്ങളും അതിന്റെ ഈ ഒരു വ്യാപ്തിയിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എപ്പോഴും ലിങ്ക് ചെയ്യണമെന്നില്ല, പലതും പുതിയതാവും. അതെ
അത് ഒന്ന് രണ്ട് വട്ടം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചിന്താസരണിയായിട്ട് നിങ്ങൾക്ക് പൊരുത്തം ഉണ്ടാവും. അതിപ്പോ എളുപ്പമാകും കാര്യങ്ങൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സുജിത്ത് ഓ എന്ത് ചെയ്തു? സുജിത്ത് ചോദിക്കും. ആചാര്യ ഹാൻഡ് റൈസ് നമസ്തേ. ചെയ്തിരിക്കുന്നു. ആചാര്യ നമ്മൾ നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയപ്പോ ഉറക്കെ പറയാമോ? നിങ്ങളുടെ ശബ്ദം എന്റെ ഡിവൈസിന്റെ കുഴപ്പമാണ്. ശബ്ദം കേൾക്കുന്നത് ഞാൻ പരമാവധി വോളിയത്തിൽ വെച്ചിരിക്കുക, എന്നിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ ഞാൻ ഉറക്കെ. പതുക്കെ ആചാര്യ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അന്ന് ആ ക്ലാസ്സിന് കുറച്ചുകൂടെ ഒരു സിലബസ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഉം, ക്ലാസ്സിന് അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടിയതായിട്ട് തോന്നില്ല. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉം, പറഞ്ഞു പോയത് ഉം, നമ്മൾ ചതുർവ്യൂഹം നമുക്ക് വേണം. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമ്മൾ ഉം, ചതുർവ്യൂഹം എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ഉം, ആ പദ്ധതി അപ്പൊ ചതുർവ്യൂഹം എന്ന് പറയുമ്പോൾ അത് 4 വരും. പക്ഷെ നമ്മൾ അവിടെ പറഞ്ഞപ്പോ ശാരീരികം, വാചികം, ഈ പറയുന്ന മനസ്സ്, അത് ഉം. മൂന്നുമായിട്ടാണ് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചതുർവ്യൂഹം എന്നാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ അവിടെ 4ാമത് ഒന്നുകൂടെ വേണ്ടേ? അല്ല, അത് ചതുർ മനസ്സ്, ശരീരം, വാചികം. പറഞ്ഞോട്ടെ, മറുപടി നീ ചോദിച്ചു കഴിഞ്ഞോ? ഓ മനസ്സ്, വാക്ക്, ശരീരം, ഇവ 3 സാധനങ്ങൾ. അവയ്ക്കാണ് സമസ്യകൾ ഉണ്ടാവുന്നത്. ആ സാധനങ്ങൾ കൃത്യമായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ മാർഗത്തിലുള്ള സഞ്ചാരം ഉറപ്പുവരുത്താനാവുകയുള്ളൂ. അപ്പൊ അവിടെ 3 എന്ന് പറയുന്ന സാധനങ്ങളെ സംബന്ധിച്ചാണ്. ചതുർവ്യൂഹം അതല്ല. ചതുർവ്യൂഹം ദുഃഖം, ദുഃഖഹേതു, സുഖം, സുഖ ഉപായം. ഓ ദുഃഖം. കിട്ടുന്നുണ്ടോ? ഓ കിട്ടി. സുഖം. അതായത് ഇത് ആസ്പെക്ട്, എവിടെയാണോ പ്രശ്നത്തിന്റെ മേഖല, അതാണ് 3: മനസ്സ്, വാക്ക്, ശരീരം. അതിനെപ്പറ്റി ചർച്ച നമുക്ക് തുടരാം, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വലിയ ചോദ്യമാണ് ചോദിച്ചത്, സയൻസും ശാസ്ത്രവും. അതിനെ പ്രാഥമികമായിട്ട് അതിന്റെ ആധാരത്തിൽ, അടിസ്ഥാന ശരിയിൽ പോയിട്ട് തന്നെ നിന്നുകൊണ്ട്, ഇനി ആൾക്ക് ഒരു സംശയം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് അത്രയും വിശദമാക്കി അത് മാത്രമായിട്ട് പറഞ്ഞത്. ഇത് ചോദ്യത്തിന്റെ ഉത്തരമാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് അതിനെ കാണാം. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ വരും. സിലബസ് വിട്ടൊന്നും പോയിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ അതുപോലെ പ്രോബ്ലം കേൾക്കൂ, പ്രോബ്ലം, കോസ്, റെസല്യൂഷൻ. ഓക്കെ, റെസല്യൂഷൻ, മീൻസ് എന്ന് തിരിക്കാം. പ്രോബ്ലം എന്താണ്? ഏതെങ്കിലും വിഷയമായിട്ട് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഏത് സമസ്യയുമാണ്. അത് പ്രോബ്ലം ആകാം, പെയിൻ ആവും. ഓക്കെ, ദുഃഖം, അതിനൊരു കാരണം ഉണ്ടാവും. കാര്യമായിട്ട് ദുഃഖത്തെ കണ്ടാലേ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരുത്താൻ പറ്റുള്ളൂ. ആശയാണ് ദുഃഖത്തിന് കാരണം. ഇങ്ങനെ പല പല ആക്ഷേപങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ചിന്തകളുണ്ടല്ലോ. അതിൽ ശരി എന്തെന്നറിയണം. കോസ്, ദുഃഖത്തിനൊരു കാരണമുണ്ട്. കോസ് അറിഞ്ഞാലോ അതിനൊരു റെസൊല്യൂഷൻ ഉണ്ട്. ആ റെസൊല്യൂഷന്റെ പേരാണ് സുഖം. പിന്നെയോ അതിനൊരു ഉപായം, മീൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തത് ആയുർവേദത്തിന്റെ കാര്യമല്ലേ. അപ്പൊ ആയുർവേദം എന്ന വിദ്യ എന്തിനു വന്നു? ശരീരത്തിന് രോഗം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്, എയിൽമെന്റ്സ് ഉണ്ട്. അത് മലങ്ങളാണ്. ഓക്കെ, അത് കഴിഞ്ഞാലോ ദോഷം, അതിന് കാരണമുണ്ട്. ശരീരത്തിൽ ദുഷ്ടമാകാവുന്ന ധാതുക്കളുണ്ട്. ദോഷങ്ങളുടെ അസമാവസ്ഥ, വിഷമാവസ്ഥ നിമിത്തം രോഗമുണ്ടാവും. അത് മാറിയാലോ നീരോഗാവസ്ഥ, ആരോഗ്യം വരുന്നു, ഹെൽത്ത് എന്ന് പറയുന്നത് വരുന്നു. അതിനോ ഉപായമുണ്ട്, മീൻസ് ഉണ്ട്. എന്താണത്? ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആണ്. ആയുർവേദത്തിന്റെ ചികിത്സയാണ് ഭൈഷജ്യം എന്ന് പറയുന്ന ആയുർവേദ ചികിത്സ. ഇത് എവിടെയാണ് ഈ 4 കാര്യവും മനസ്സിനെ, വാക്കിനെ, ശരീരത്തെ ബാധിക്കുന്ന, പ്രധാനമായും ശരീരത്തെ ബാധിക്കുന്ന ഈ വിഷയങ്ങളെ ഈ മട്ടില് ചതുർവ്യൂഹ വ്യവസ്ഥയിൽ പരിഹരിക്കുന്ന സിസ്റ്റത്തിന്റെ പേര് ആയുർവേദ ശാസ്ത്രം. ഇത് മനസ്സിനെ സംബന്ധിച്ചാണോ അത് പരിഹരിക്കുന്ന ശാസ്ത്രത്തിന്റെ പേര് യോഗവിദ്യ. ഇത് വാക്കിനെ സംബന്ധിച്ചാണോ അത് പരിഹരിക്കുന്ന വിദ്യയുടെ പേര് വ്യാകരണം, നിരുക്തം അടങ്ങിയ വേദാംഗം. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമ്മൾ അന്ന് എന്നിട്ട് അതിന്റെ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്, അതിൽ ശരീരത്തിനെ എടുത്തിട്ട് ആയുർവേദത്തിൽ പോയി. എന്നിട്ട് എനിക്ക് തോന്നുന്നു ചരക സംഹിതയിലായിരിക്കണം പ്രജ്ഞാപരാധോ രോഗഹേതു അവിടെ നമ്മൾ നിർത്തിയിട്ട് പക്ഷെ ഇന്ന് നമ്മൾ തുടങ്ങിയപ്പം അവിടെ ഒരിടവും എത്തിയില്ല, അതിന്റെ ബാക്കിയും വന്നില്ല. അങ്ങനെ ശഠിക്കല്ല. അവിടെ എന്താണോ പുതിയതായിട്ട് പറഞ്ഞ അത് ഗ്രഹിക്കുക, അത് ചേർക്ക്. അനാവശ്യമായിട്ട് ഒന്നും പറയില്ല എന്ന് ഉറപ്പ് തരും. ഓക്കെ, ബന്ധമില്ലാത്തതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യില്ല. അവിടെ നേരിട്ട് ബന്ധമില്ല, പക്ഷെ ലിങ്ക് ഉണ്ട്. എന്താണ് ലിങ്ക്? നമ്മൾ പറയാൻ തുടങ്ങിയത് ശാസ്ത്രമാണ്.
അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഈ വിഷയത്തെ നമ്മൾ നിർദ്ധരിച്ചെടുക്കുന്ന സമയത്ത് പ്രേംകുമാർജി ഉൾപ്പെടെയുള്ളവർ അത് ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് സയൻസ് എന്ന ഒരു ഹെഡിലേക്ക് നമുക്ക്, കാരണം ശാസ്ത്രവും സയൻസും രണ്ടല്ലല്ലോ, അതിനകത്ത് ആ സയൻസിന്റെ ഒരു പദ്ധതിയിൽ ആധുനിക സ്വഭാവത്തിൽ നമുക്ക് ശാസ്ത്രത്തെ അവതരിപ്പിക്കാം എന്നൊരു സാധാരണ ചിന്തയിലാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു പദ്ധതി രണ്ടും രണ്ടാണ്, സയൻസും ശാസ്ത്രവും ഭിന്നമാണ്, അത് ഭിന്നമായിട്ട് തന്നെ കാണുന്നു. സയൻസിന് നിങ്ങൾക്ക് അറിയാൻ വഴിയുണ്ട്, ശാസ്ത്രത്തെ അറിയാൻ വഴിയില്ല, അതാണ് നമ്മളിവിടെ പരിചയപ്പെടേണ്ടത്. അത് എന്തുകൊണ്ട് എന്നത് വിശദീകരിക്കുകയായിരുന്നു ഇന്നത്തെ കുറച്ചുകൂടെ ഫിലോസഫിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് വീണ്ടും കേൾക്കണം. വീണ്ടും കേട്ടിട്ട് പോകുമ്പോഴാണ് ഈ ചതുർവ്യൂഹം എന്ന് പറയുന്ന പദ്ധതി ശാസ്ത്രത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, സയൻസിൽ നിന്ന് എങ്ങനെ ഭിന്നമായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ സീമിതമാണ്. തെറ്റിൽ കൂടുതൽ ഊന്നിക്കൊണ്ടു പോകുന്ന സയൻസും ശരിയിൽ കൂടുതൽ ഊന്നിക്കൊണ്ടു പോകുന്ന ശാസ്ത്രവും. അതിനുവേണ്ടിയാണ് ചതുർവ്യൂഹം എന്ന് പറഞ്ഞൊരു പദ്ധതി. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഇത് കുറിച്ചെടുക്ക്. യോഗേന കുറിച്ചെടുക്ക്. യോഗേന ചിത്തസ്യ പദേന വാചാം. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന. മലം ശരീരസ്യ ച വൈദ്യകേന. യോ പാകരത്തം യോ പാകരോത് യഹ് അവാകരോത് യോ പാകരോത്തം പ്രപരം മുനീന. യോ പാകരോത്തം പ്രപരം മുനീന പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. പതഞ്ജലിയെ വലിയ നമ്മളുടെ ഒരു വലിയ ഗുരുസ്വരൂപമാണത്. അദ്ദേഹത്തെ നമിക്കുന്ന, പരമ്പരയിൽ നമിക്കുന്ന ഒരു പഠിതാവ്, പരമ്പരയെ പഠിക്കുന്ന ഒരാള് പതഞ്ജലിയെ നമസ്കരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? യോഗം കൊണ്ട് ചിത്തത്തിന്റെയും പദം കൊണ്ട്, പദം എന്താണ്? വ്യാകരണം. പദശുദ്ധിയെ, തെറ്റായ പദങ്ങളെ ശരിയായ പദങ്ങളെ വേർതിരിച്ചാണ് വ്യാകരണത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ മഹാഭാഷ്യം എഴുതിക്കൊണ്ട് അദ്ദേഹം വ്യാകരണത്തില് പദങ്ങളുടെ മലം നീക്കി, യോഗ സൂത്രം രചിച്ചുകൊണ്ട് ചിത്തത്തിന്റെ മലം നീക്കി. അതുപോലെ തന്നെ വൈദ്യകേന ശരീരസ്യ. വൈദ്യകം എന്താണ്? ചരകസംഹിത. ചരകൻ പതഞ്ജലി ആണെന്നും പതഞ്ജലിയുടെ ആ കുലത്തിലാണ് വരുന്നതെന്നും പറയുന്നു. അപ്പം പിന്നെ ചരകസംഹിത കൊണ്ട് ശരീരത്തിന്റെയും മലം നീക്കി. അപ്പൊ ശരീരം, വാക്ക്, മനസ്സ് ഇവയ്ക്കൊക്കെ മലബാധ, വിപരീത സ്ഥിതി ഉണ്ട്, ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ഇത് ഉപകരണങ്ങളാണ്, അഴുക്ക് പറ്റാം. അഴുക്ക് പറ്റുമ്പോൾ തെറ്റ് ഇടുന്നു. അതാണ് തെറ്റെന്ന് പറഞ്ഞാൽ, അല്ലാതെ തെറ്റൊന്നുമില്ല. സഹജമായ വ്യവസ്ഥയിൽ തെറ്റെന്ന് പറഞ്ഞ സംഗതിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതനുസരിച്ച് വേണം സയൻസും ശാസ്ത്രവും ഒക്കെ നമ്മളെടുത്ത് പ്രയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പതഞ്ജലിയിൽ പ്രവരം മുനീന, മുനികളിൽ ചിന്തിക്കുന്നവരിൽ പ്രവരനായ പതഞ്ജലിയെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ ഇതാണ് ചതുർവ്യൂഹത്തിന്റെ പദ്ധതി പൂർവികത്തിൽ നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവ്. പതഞ്ജലിയെ പോലെയുള്ള ഋഷികളെ മനസ്സിലാക്കുമ്പോഴാണ് അവരെന്താണ് ചെയ്തത്, എങ്ങനെയാണ് ശാസ്ത്രവിദ്യ പരമ്പര നിലനിർത്തിയത്, ആ രഹസ്യം അറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ അക്കൂട്ടത്തിൽ ഇന്ന് സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കൂടി നമ്മൾ സ്പർശിച്ചു വന്നു. അപ്പൊ ബന്ധമില്ലായ്മയുണ്ടോ? സുഹൃത്ത് പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേർ തുടർച്ചയല്ല, പക്ഷെ ആ വഴി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ശരി, എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ആചാര്യന് ഇന്നത്തെ ക്ലാസ്സിന്റെ ഇത്ര നേരം കൂടുതൽ സമയം നമ്മളിന്ന് എടുത്തു. കുഴപ്പമില്ല, നമുക്ക് ഇനിയും കുറച്ചും കൂടെ സമയ ക്ലിപ്തത പാലിച്ചു പോകേണ്ടതുണ്ട്. ആ രീതിയിൽ പോവാം. കാരണം പലർക്കും ഈ ക്ലാസ്സുകൾ കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ചില നിർബന്ധം ഉണ്ടായിരിക്കും. അപ്പോ അത് നമുക്ക് പാലിച്ചു പോവാം. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ സംഗതി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അത് നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യാം. അപ്പോ അടുത്ത ക്ലാസ് ബുധനാഴ്ച ആയിരിക്കും. ബുധനാഴ്ച ഏതെങ്കിലും കാരണവശാൽ അസൗകര്യം വന്നാൽ വ്യാഴാഴ്ച. അപ്പൊ ബുധൻ വ്യാഴം ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും. മിക്കവാറും ബുധൻ തന്നെ ആയിരിക്കാം, നമുക്ക് തീരുമാനിക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇന്നത്തെ മനുഷ്യരുടെ ഈ വ്യവഹാരത്തിൽ ഭാഷയും പദങ്ങളും ഒക്കെ മാറിയത് കൊണ്ട് നമ്മൾ ശാസ്ത്രയുക്തമായ കാര്യങ്ങൾ പദാവലികൾ ഉപയോഗിക്കുമ്പോൾ ക്ലേശം ഉണ്ടാകുന്നുണ്ടോ?
ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, മനസ്സിലാകാതെ പോകുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് അറിയണം. നമ്മൾ അകലങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടേ പരമാവധി അഭിപ്രായങ്ങൾ അറിവുകളുള്ള നമ്മുടെ ഒരു വട്ടം ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കും. അഭിപ്രായങ്ങൾ പറയാം, തുറന്ന അഭിപ്രായങ്ങൾ അതനുസരിച്ചിട്ട് പറയാം, അതെ തുറന്ന അതെ അഭിപ്രായങ്ങൾ പറയാം. തുറന്ന അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ അപ്പോഴാണ് എന്നിട്ട് നമുക്ക് അത് ഒരുമിച്ച് അറിയാൻ യാത്ര തുടരാം, ഒരു അതെ അതെ അന്യതാ അതെ ബോധമില്ലാതെ. അതെ അതെ. വളരെ സന്തോഷം. നമസ്തേ. ശരി, നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. ഒരു മിനിറ്റ്. ഇത് ഹലോ, ആ പറയൂ ആ പറയൂ. ആ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്റെ പേരൊന്ന് ചേർക്കാൻ പറ്റുമോ അതില്? കാരണം ഗ്രൂപ്പിലിടുമ്പോ എനിക്ക് ഒന്നുകൂടെ വായിക്കാൻ പറ്റുമല്ലോ, എനിക്ക് എന്റെ ക്ലാരിഫിക്കേഷൻ. മൂർത്തി അല്ലേ? മൂർത്തിയുടെ നമ്പർ നമ്മുടെ ഞാൻ ഒരു പണി ചെയ്യട്ടെ. ഇത് ഏതിൽ നിന്നാണ് ഈ ഗ്രൂപ്പിലേക്ക് വന്നത്? അപ്പോ ഇത് എവിടെ നിന്നാണ്?
ഗ്രൂപ്പിൽ രണ്ടാമത് എഴുതിക്കൊണ്ട് വിട്ടു എഴുതിയേക്കണം. ഇവന് അവന്റെ അതുപോലെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. അവനൊരു ആത്മാർത്ഥത്തോടെ ആ ഡേറ്റ് തന്നെ എഴുതിയേക്കണം. 9 എഴുതിക്കുന്നത് എന്തൊക്കെയോ ആർക്കോ വേണ്ടിയൊക്കെ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വരെ എഴുതാൻ പാടില്ല. ഫുള്ള് എഴുതണമെന്ന് പറഞ്ഞില്ലേ? പോയി എഴുതിക്കൊണ്ടോടെ ബാക്കി ഇവിടെ നിന്ന് ഫുള്ള് ഇവിടെ എന്താ ഇതിന്റെ എത്ര പകുതി അത്ര എഴുതാന്നല്ല പറഞ്ഞു. പകുതിയല്ല, ഇതാണ് പകുതി. നീ കാര്യം ഇവന്റെ എത്ര അങ്ങനെ ആയിക്കോട്ടെ, അവനങ്ങനെ ആയിക്കോട്ടെ, നീ ഈ രീതിയിൽ തന്നെ ഫുള്ള് എഴുതിക്കോ. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് ചെയ്യണം എന്താണ് എത്ര കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടാമത്തെ ഇത്രയും പറഞ്ഞു.